ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരൊക്കെ മനസ്സിലിങ്ങനെ ഓർത്ത് സമയം ഒത്തിരി പോയല്ലോ എന്ന്. എവിടെ പോയി സമയം? ഇതിനകത്ത് മുഴുവൻ സമയമുണ്ട്. ഇന്ന് രാത്രി സമയമൊന്നും പോയിട്ടില്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ബൈബിളിൽ നിന്നൊരു കാര്യം പറയാം. ബൈബിളൊരു വാക്യമുണ്ട്, നമ്മൾ ഒരുമിച്ച് ഐക്യമത്യപ്പെട്ട് ദൈവസന്നിധി കൂടി വരുമ്പോൾ യേശു നമ്മുടെ മധ്യം ഉണ്ടെന്നല്ലേ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണ്ട് യേശു നിങ്ങളുടെ അടുത്തുണ്ട്. യേശു എൻ്റെ അടുത്തുണ്ടെന്നൊന്ന് പറഞ്ഞേ, വാ തുറന്ന് പറഞ്ഞേ, യേശു എൻ്റെ അടുത്തുണ്ട്. വിശ്വാസത്താൽ നിങ്ങൾ യേശുവിനെ ഇങ്ങനെ കൈകൊണ്ടൊന്ന് ചേർത്ത് പിടിച്ച്, യേശു നമ്മുടെ അടുത്തുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ അടുത്തെങ്ങാണ്ട് യേശു വന്നാൽ നമ്മൾ വിടുവോ? നമ്മളെ കാലിലോട്ട് വീണിട്ട് അലറി കരഞ്ഞ് അല്ലേ? പക്ഷെ നമ്മൾ ഇവിടെ അങ്ങനൊന്നും ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുന്നവരാണ്, കർത്താവിൻ്റെ മണവാട്ടിയാണ്. നിങ്ങൾ ആ കൈകൊണ്ടിങ്ങനെ മനസ്സിലൊന്ന് യേശുവിനെ ഒന്ന് ചേർത്ത് പിടിച്ചേ. ആശീർവാദം വരെ പിടിവിടരുത്, ആശീർവാദം വരെ വിടരുത്. സമ്മതിച്ചോ? യേശുവിനെ ഏതായാലും നമ്മൾ വിടില്ല. യേശുവിനെ നമ്മളിങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ ഒരാൾ എന്ന് പറയുക, ഒരു പ്ലേറ്റ് മട്ടൻ ബിരിയാണി ഉണ്ട് വാ എന്ന് പറഞ്ഞാൽ വിട്ടേച്ച് പോകുമോ? ഇല്ല. യേശുവിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വാച്ചേ നോക്കിയിട്ട് ചോദിക്കുമോ, യേശുവേ എപ്പോൾ പോകും, എനിക്ക് വീട്ടിൽ പോകണം, അങ്ങനെ ചോദിക്കുമോ? ഇല്ല. അതുകൊണ്ട് ആശീർവാദം വരെ അങ്ങനെ പിടിച്ചോണം. നമുക്ക് ക്ലോക്കേ നോക്കാൻ തോന്നുകയല്ല. അതിനാണ് ഞാൻ പറഞ്ഞ സ്തോത്രം. ഇന്ന് രാത്രി യേശുവിനെ നമ്മൾ ചേർത്ത് പിടിച്ചിരിക്കുക, യേശുവിൻ്റെ സാന്നിധ്യം ഇങ്ങനെ അനുഭവിക്കുക. ആമേൻ, സ്തോത്രം. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഇന്നത്തെ മലയാള മനോരമയിൽ അതിൻ്റെ എഡിറ്റേഴ്സൊക്കെ ക്രിസ്ത്യൻസാണ്, എപ്പിസ്കോപ്പസി പറയുന്നവരാണ് എങ്കിലും അവർ ബൈബിൾ കാര്യങ്ങളൊക്കെ ചിന്താവിഷയങ്ങളൊക്കെ പറയുന്നവരാണ് മനോരമ. ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൻ്റെ ഹെഡിങ്ങിൽ ഒരു പക്ഷേ ഇന്ന് യേശു വരാൻ സാധ്യതയുണ്ട് അങ്ങനെ കാണും ഒരു വാർത്ത മനോരമയിലുണ്ടായിരുന്നെങ്കിൽ ഈ യോഗം ഇന്ന് പിരിച്ചുവിടുവോ? പറ നിങ്ങൾ. ഇല്ല. അപ്പം മനോരമയുടെ അത്രയും വിശ്വാസം പോലും ബൈബിളിനോടില്ലേ? കാരണം ബൈബിളിലുണ്ടല്ലോ യേശു എപ്പോൾ വേണേലും വരാമെന്ന്. സ്തോത്രം. മനോരമയിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പിരിഞ്ഞു പോകാതിരിക്കത്തുള്ളൂ. സത്യവേദ പുസ്തകത്തിൽ പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എത്ര പേര് ആഗ്രഹിക്കുന്നത് എനിക്കറിയില്ല, ഒരു വേദിയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കാഹളം ധ്വനിക്കണം. ഒരു വേദിയിൽ ഞാൻ യേശുവിനെ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ കാഹളം ധ്വനിക്കണം. എനിക്ക് ആ പന്തലിൽ നിന്ന് എടുക്കപ്പെടണം. അതെൻ്റെ ജീവിതത്തിലൊരാഗ്രഹമാണ്. നെഹമ്യാ പാസ്റ്റർ എന്നിവിടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് എഴുന്നേറ്റ് നല്ലൊരു കരയണമെന്നുണ്ടായിരുന്നു. ദൈവമക്കൾ, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ശുശ്രൂഷകന്മാർ, ഇവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പറയുക, ഞങ്ങളിവിടെ നിൽക്കുന്നത് യേശുവിന് പകരമാണ്. യേശുവിന് പകരമാണ് ഞാൻ നിൽക്കുന്നത് എന്ന് ആ ബോധ്യം എനിക്കെന്ന് നഷ്ടപ്പെടുന്നു അന്ന് ബൈബിള് താത്തു വെക്കണം, പിന്നെ പ്രസംഗിക്കരുത്. ഇന്ന് രാത്രി കെ എബ്രഹാം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ രൂപം മാത്രമേ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാവൂ. ഞാനിവിടെ നിൽക്കുന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു ശബ്ദമാണ്. എൻ്റെ പ്രാണനാഥൻ ഇവിടെ ഉണ്ട്. അസാധാരണമായൊരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കട്ടെ. എൻ്റെ മേലൊരു അഭിഷേകം വ്യാപരിക്കുന്ന എനിക്കറിയാം. ഈ സ്റ്റേജ് മുഴുവൻ അഭിഷേകത്തിൻ്റെ വ്യാപാരം വ്യാപരിക്കുന്ന എനിക്കറിയാം. അസാധാരണമായൊരു ദൈവശക്തി അങ്ങ് പുറകറ്റം വരെ വ്യാപരിക്കുന്ന എനിക്കറിയാം. ഇന്ന് രാത്രി ഇതിനകത്ത് അവൻ നൂറുകണക്കിന് രോഗികൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്ന എനിക്കറിയാം. സ്തോത്രം, ഹല്ലേലൂയ. അവൻ തലമുറയ്ക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കളോട് ഇന്ന് രാത്രികാലം പറയാം, നിന്റെ കുഞ്ഞിൻ്റെ വിടുതലിൻ്റെ രാത്രി ഇന്ന് രാത്രിയാ. നിന്റെ കുഞ്ഞിൻ്റെ ഭാവി ദൈവം എഴുതി വെക്കുന്ന രാത്രി ഇന്ന്. ആമേൻ പറഞ്ഞു തുടങ്ങിക്കോ, ആമേൻ പറഞ്ഞു തുടങ്ങിക്കോ. നിന്റെ ജീവിതത്തിൽ ആമേൻ ഇല്ല, അവസാനിച്ചു എന്ന് തോന്നിയെടുത്തുനിന്ന് ദൈവം ചിലത് പുതുക്കി പണിയുന്ന 2020
2024 മറക്കാനാവാത്ത അനുഗ്രഹത്തിന്റെ വർഷമാക്കി തമ്പുരാൻ നിന്റെ കരങ്ങളിലേക്ക് തരുന്ന ഒരു രാത്രിയാണ് ഈ രാത്രി എന്ന് വിശ്വസിച്ചുകൊണ്ട് വാ തുറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. വാ തുറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. സ്തോത്രം. സഭയുടെ പ്രസിഡന്റായിരിക്കുന്ന ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ പാസ്റ്റർ, വൈസ് പ്രസിഡന്റായിരിക്കുന്ന ഞാൻ പാസ്റ്റർ, സഭയുടെ ജനറൽ സെക്രട്ടറിയായി കർത്താവിന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന എൻ്റെ സഹബദ്ധൻ, ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന നെഹമ്യ പാസ്റ്റർ, മറ്റ് എക്സിക്യൂട്ടീവ് ഭാരവാഹികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, യുവജനങ്ങളുടെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഷൈജു പാസ്റ്ററും റിജോയും മറ്റ് ദൈവത്തിൻ്റെ ദാസന്മാരെല്ലാവരുടെയും പേരുകൾ എനിക്കറിയില്ലെങ്കിലും അവരെല്ലാം ഞാൻ ബഹുമാനിച്ച് അവർക്കെല്ലാം ഞാൻ സ്നേഹമെന്ന് പറയുന്നു. ഒപ്പം ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന, എനിക്കൊത്തിരി ഇഷ്ടമുള്ള കർത്താവിൻ്റെ അഭിഷേക്തൻ ബഹുമാനപ്പെട്ട സുരേഷ് കുമാരപുരം പറഞ്ഞു. ഐ തിങ്ക് കഴിഞ്ഞ വർഷത്തെ കൺവെൻഷൻ്റെ അവസാന ദിവസം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. അസാധാരണമായ ഒരു ദൈവപ്രവൃത്തിക്കായി ആമേ കർത്താവിൻ്റെ അഭിഷേകത്തിനോട് ഒരുമിച്ച് പ്രാർത്ഥനയിൽ ഇന്ന് രാത്രി ആ ദൈവത്തിൻ്റെ അഭിഷേകത്തിനും വന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നതോടൊപ്പം ഈ ഗ്രൗണ്ടിലും എൻ്റെ പിൻവശത്തുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാത്രി കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. ഞാൻ ഇന്ന് രാത്രി മുഖവരയായി തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയും. ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ചിലർ മേൽ ദൈവം അഭിഷേകം പകരും. അടുത്തൊരു വാക്ക് ശ്രദ്ധിക്കുക. അഭിഷേകം പ്രാപിച്ച ചിലരുടെ മേൽ ദൈവം അഭിഷേകം പുതുക്കും. ഇന്ന് രാത്രി അവൻ അഭിഷേകം പുതുക്കപ്പെട്ട ചിലരോട് ദൈവാത്മാ പറയുന്നു, ഇന്ന് രാത്രി ചിലരെ കൃപാവരങ്ങളാൽ ഇവിടെ ദൈവം നിറയ്ക്കും. ആമേൻ. ആമേൻ. ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ചില വിടുതലുകൾ നടക്കുന്ന ഒരു ദൈവ പ്രവർത്തിക്കായി ഇന്ന് രാത്രി ഇതിനകത്ത് ഒരുക്കപ്പെട്ടവർ വന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന തീപ്പന്തങ്ങളെ പോലെയുള്ള പ്രാർത്ഥനയുടെ കൃപാവരങ്ങൾ ലഭിച്ചവർ ഒരു നീണ്ട നിര ഇന്ന് രാത്രി ഇതിനകത്തുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന. ഈ സ്റ്റേജിൽ പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാർ ഒരു നിരയുണ്ട്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കല്ലിയൂർ ആമേ ദൈവസഭയുടെ മഹാസമ്മേളനത്തിന്റെ കടസി രാത്രി ഈ ഗ്രൗണ്ട് ദൈവപ്രവർത്തിയുടെ ഒരു വിളനിലമായി മാറേണ്ടതിന്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരെ തൊട്ടയക്കേണ്ടതിന് അഭിഷക്തന്മാരോട് ദൈവാത്മാവിൽ പറയാ, ഈ കൺവെൻഷനിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചു കൊണ്ടുപോകുന്ന ഈ അഭിഷേകം, പ്രാപിച്ചു കൊണ്ടുപോകുന്ന ഈ കൃപകൾ നാളെയുടെ നീളങ്ങളിൽ നിങ്ങളുടെ പ്രാദേശിക സഭകളിൽ അത്ഭുതങ്ങളായി, അടയാളങ്ങളായി, ദൈവ പ്രവർത്തികളായി മാറേണ്ടതിന് സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ ഹൃദയം നിറഞ്ഞ എൻ്റെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേ. പൂർണ്ണമായി വിശ്വാസത്തോടെ കർത്താവിനെ ആരാധിക്കുക. ഇന്ന് രാത്രി എൻ്റെ മേൽ ദൈവം എന്തോ പകരാൻ എന്നെ കൊണ്ടുവന്നു എന്ന് വിശ്വസിക്കുക. ദൈവം എന്നെ ഈ ഗ്രൗണ്ടിൽ കൊണ്ടുവന്നത് വെറുതെ ഒരു പ്രസംഗം കേൾക്കാനല്ല. എൻ്റെ മേൽ ദൈവത്തിന് എന്തോ പകരുവാൻ, എന്തോ പകരാൻ. യെസ്. കാക്കയുടെ വരവ് ദൈവം നിർത്തിയത് കാക്ക എടുത്തുകൊണ്ട് വന്ന അപ്പം തീർന്നു പോയിട്ടല്ല. കാക്കയുടെ വരവ് ദൈവം നിർത്തിയത് കാക്കയ്ക്ക് ചിറകിന് പറക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടുമല്ല. ഹല്ലേലൂയ. ആമേൻ. കരുത്തിലെ ഉറവ വറ്റിയത് അതിനടിയിൽ വെള്ളമില്ലാഞ്ഞിട്ടും അല്ല. ആകാശത്തിൻ്റെ ഉറവകളും ആഴിയുടെ ഉറവകളും അടയ്ക്കുവാനും തുറക്കുവാനും കഴിവുള്ള എൻ്റെ തമ്പുരാന് കരുത്തിലെ ഉറവ വറ്റിയാൽ തുറക്കാൻ അറിയില്ലേ? ഉറവ ഇല്ലാത്തടത്ത് ഉറവ തുറക്കുന്നവന് താൻ തുറന്ന ഉറവ വറ്റാൻ സമ്മതിക്കില്ല. പിന്നെ എന്തിന് ഏലിയാവിൻ്റെ കാക്കയെ നിർത്തി? പിന്നെ എന്തിന് ഉറവയോടിനി വെള്ളം കൊടുക്കണ്ടെന്ന് പറഞ്ഞു? ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഇനി നീ വല്ലവരും കൊണ്ടുവരുന്ന ആരാണ്ട് കുഴച്ച മാവിന്റെ റൊട്ടിയല്ല, നീ പ്രാർത്ഥിച്ചു വർദ്ധിക്കാൻ പോവാ മാവ്. നീ പ്രാർത്ഥിച്ച് കലത്തിലെ മാവ് വർദ്ധിക്കാൻ പോകുക. ഇനി നാളെ നീ വർദ്ധിച്ച് നീ അനുഗ്രഹിച്ച മാവ് കൊണ്ട് പലരും അട തിന്നാൻ പോവാ.
ചിലതൊക്കെ നിന്റെ ജീവിതത്തിൽ നിന്നുപോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അവസാനമല്ല, നിന്നെ കൊണ്ട് ചിലത് ചെയ്യിക്കാൻ. ഒരാമേൻ പറയാൻ ധൈര്യമുള്ളവർ, കൃപയുള്ളവർ, അതിന് യോഗ്യത ഉള്ളവർ പറഞ്ഞു തുടങ്ങിയാട്ട് അവൻ എൻ്റെ ദൈവത്തിന്റെ നാമത്തിൽ വിളിച്ചു പറയാ. ചിലതൊക്കെ നിന്റെ ജീവിതത്തിൽ അടഞ്ഞു പോയെങ്കിൽ, ചിലത് നിന്നുപോയെങ്കിൽ അത് അവസാനമല്ല, ഏതോ പുതിയതിന്റെ ആരംഭമാണെന്ന്. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. ഞാൻ പറയുന്ന ദൂതുകൾ ഏറ്റെടുക്കുന്നവർ ഇന്ന് രാത്രികാലം ആരാച്ച് തുടങ്ങിക്കോ. ഇന്ന് രാത്രി കുറിവായിക്കാൻ ഞാൻ വായിച്ചില്ല, എൻ്റെ പ്രസംഗത്തിന്റെ ഫൗണ്ടേഷൻ ആണ്. ആമേൻ. കൃപയുള്ളവർ സ്തുതിച്ച് തുടങ്ങിക്കോ. പാനപാത്ര വാഹകനായ നെഹമ്യാവിന്റെ അകത്ത് മതില് പണിയുന്ന ഒരു എഞ്ചിനീയർ ഉണ്ടെന്ന് അവൻ അറിയില്ലായിരുന്നു. ആമേൻ. എന്നാൽ ദൈവം അവനെ എഴുന്നേൽപ്പിച്ചപ്പോൾ അവന്റെ അകത്തെ എഞ്ചിനീയറെ കൂടെ എഴുന്നേൽപ്പിച്ചത്. നിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നിനക്കറിയില്ല. നിന്റെ അകത്ത് എഞ്ചിനീയർ ഉണ്ട്, ദാവീദിന്റെ അകത്ത് രാജാവുണ്ട്, ഗിദെയോന്റെ അകത്ത് ഒരു പരാക്രമശാലിയുണ്ട്. ഇന്ന് രാത്രികാലം നിന്റെ അകത്ത് ആരെല്ലാം ഉണ്ട്? ഇന്ന് രാത്രി യെഹെസ്കേലിനോട് ചോദിക്ക. അവൻ മെഡിസിൻ പഠിച്ചിട്ടില്ല, അവന് മരുന്നറിയില്ല, അവന് ശരീരം ഉണ്ടാക്കാൻ അറിയില്ല. പക്ഷെ പ്രവചിച്ചാൽ 4 കാറ്റുകൾ വന്ന് അസ്ഥിയുടെ മേൽ മാംസമാകുന്നത്, അസ്ഥിയുടെ മേൽ ഞരമ്പ് വെക്കുന്നത്, ഒരു സൈന്യമായി എഴുന്നേൽക്കുന്നത്. ഒരു മെഡിക്കൽ കോളേജും കണ്ടിട്ടില്ലാത്ത, ഒരു മെഡിക്കൽ കോളേജും കണ്ടിട്ടില്ലാത്ത ഈ രാത്രി ദൈവാത്മാവ് എന്നോട് പറയുന്നു, നിന്റെ ക്രിയാറ്റിന്റെ കൗണ്ടുകൾ നോർമലായി മാറുന്നു. നിന്റെ കിഡ്നിയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് തൊടുന്നു. നിന്റെ പാൻക്രിയാസിന്റെ മേൽ, നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളുടെ മേൽ ദൈവാത്മാവ് തൊടുന്നു. നീ എൻ്റെ അഭിഷക്തനല്ലേ? തമ്പുരാനിന് പ്രാർത്ഥിയാ. യു ആർ ബിലോവ്ഡ് സൺ ഓഫ് മീ. നീ എൻ്റെ പ്രിയ മകനാ. നീ ഹല്ലേലൂയ സൗഖ്യമായിട്ട് വേണമെന്ന് രാത്രി പോകാൻ. അസാധാരണമായ സൗഖ്യങ്ങളിനകത്ത് വ്യാപരിക്കട്ടെ, അസാധാരണമായ വിടുതലുകളിനകത്ത് വ്യാപരിക്കട്ടെ, ദൈവ പ്രവർത്തികൾ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവെന്ന് രാത്രി വിളിച്ചു പറയാ. തലമുറയ്ക്ക് വേണ്ടി, തലമുറയുടെ വിദ്യാഭ്യാസം, തലമുറയുടെ മുൻപോട്ടുള്ള യാത്ര, തലമുറയുടെ ജോലി, തലമുറയുടെ വിദേശ യാത്രകൾക്ക് വേണ്ടി കരയുന്നവർ ആ കരം ഉയർത്തിപ്പിടിച്ചോ. അതേ തമ്പുരാനൊന്ന് തൊടാൻ പോവാ, ആ കയ്യേലൊന്ന് തൊടാൻ പോവാ. ഇതൊരു അത്ഭുതത്തിന്റെ രാത്രിയാ, ഇതൊരു ദൈവ പ്രവർത്തിയുടെ രാത്രിയാ. അസാധാരണമായ, അസാധാരണമായ സൂപ്പർ നാച്ചുറൽ മിറക്കിളായി നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത് ദൈവം ഇറങ്ങുന്ന രാത്രി, ദൈവ പ്രവർത്തി ഇറങ്ങുന്ന രാത്രി. Come on, come on, ആരാധിക്കുക. Come on. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. സന്തോഷത്തോടെ ആമേൻ. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നതിനേക്കാൾ വലിയൊരു ശുശ്രൂഷ നിങ്ങൾക്ക് അവിടെ ഇരുന്നോണ്ട് ചെയ്യാൻ പറ്റും. അത് പറയാൻ പോവാ. ഞാൻ ഇവിടുന്ന് പ്രസംഗിക്കുന്നതിനേക്കാൾ നീ ആത്മാവിൽ ആരാധിക്കുമ്പോൾ നിന്റെ അടുത്തിരിക്കുന്നവരിലേക്ക് തീ പകരുന്നു. ഇമ്പാർട്ടേഷൻ. അഭിഷക്തനെ ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് കസേരയിൽ ഇരുന്നുകൊണ്ട് അടുത്തിരിക്കുന്നവരിലേക്ക് ഒരു ആത്മമണ്ഡലം പകരാൻ പറ്റും. ഒരു ആത്മമണ്ഡലം. നിന്റെ ആരാധന കാണുന്നവർക്ക് ചൈതന്യം ഉണ്ടാകട്ടെ. നിന്റെ ആരാധന അടുത്തിരുന്ന് കാണുന്നവർക്ക് ഒരു ചൈതന്യം ഉണ്ടാകട്ടെ, ഒരു ചൈതന്യം ഉണ്ടാകട്ടെ. ചിലർ ആരാധിക്കുന്ന കണ്ടാ മതി, നമ്മൾ അറിയാതെ ചൈതന്യപ്പെടും. ചിലർ സ്തോത്രം പറയുന്ന കണ്ടാ മതി, ചിലർ കൈയടിക്കുന്ന കണ്ടാ മതി, അടുത്തിരിക്കുന്നവരെ ചൈതന്യം വ്യാപരിക്കും. ഇന്ന് രാത്രി മറ്റൊരാത്മീയനെ നീ ഉളവാക്കുകയാ. നിന്റെ അടുത്തിരിക്കുന്ന ഒരു ആത്മീയനെ നീ ഉണർത്തുകയാ. അവൻ ചാവാറായ ശേഷിപ്പുകളുമായി വന്നവനെ ഇന്ന് രാത്രി നിന്റെ ആരാധന ഒന്ന് ശക്തിപ്പെടുത്തുന്ന ഒരു രാത്രിയായി മാറുകയാ. യെസ്. ആമേൻ, ആമേൻ. ഒരു മാറ്റമുണ്ടാകാൻ 1 വർഷമൊന്നും വേണ്ട. ആമേൻ. ഇന്ന് പകൽ നമ്മുടെ പ്രിപ്പറേഷൻ ആയിരുന്നു. ഇന്ന് പകൽ നമ്മുടെ പ്രിപ്പറേഷനാണ്. ഹല്ലേലൂയ. സ്തോത്രം. കല്ല് ചൂടായോ എന്ന് എങ്ങനെ അറിയാം?
അപ്പം ചുടുന്ന ദോശ ചുടുന്ന അമ്മയോട് ചോദിക്കുക, കല്ല് ചൂടായെന്ന് എങ്ങനെ അറിയാം? അതിനൊന്നും കല്ല് തൊട്ടൊന്നും നോക്കണ്ട, മാവങ്ങോട്ട് ഒഴിക്കുമ്പോൾ തന്നെ ആമേൻ, നിന്നെ അങ്ങോട്ട് തൊട്ടാൽ മതി. നിന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ്, ആ വചനം അങ്ങോട്ട് ആമേൻ നിന്റെ അടുത്തോട്ട് വന്നാൽ മതി. അസാധാരണമായ ഒരു ശബ്ദമാ. കാരണം നിന്റെ മേൽ ഒരു പ്രിപ്പറേഷൻ കഴിഞ്ഞു, ഒരു പ്രിപ്പറേഷൻ കഴിഞ്ഞിരിക്കുക. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഒരുക്കപ്പെട്ടവരെ, ആമേൻ ആമേൻ, നീ കേട്ടതും നീ കണ്ടതും ഒന്നും അല്ല ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. ഏലിയാവേ, കെരുത്തിലെ വെള്ളം വറ്റി, കാക്കയുടെ വരവും നിന്നു. കയ്യിലിരിക്കുന്ന പേപ്പറിൽ സാരേപാത്രലിൻ്റെ അഡ്രസ്സാണ് ഇരിക്കുന്നത്. ലൊക്കേഷൻ സാരേപാത്രയുടെ ലൊക്കേഷൻ ഇട്ട് പോവാണ് പുള്ളി. പോകുന്ന വഴിക്ക് ഒരു സ്ത്രീ വിറക് പെറുക്കിക്കൊണ്ടിരിക്കുന്നു. ചോദിച്ചു, സാരേപാത്ര ചർച്ച കൂടെ വിടാം? അവൾ പറഞ്ഞു, അതെൻ്റെ ചർച്ചാണ്. സന്തോഷം. സഭാവിശ്വാസി തന്നെ വഴി നിൽക്കുമ്പോൾ പിന്നെ പാസ്റ്റർക്ക് വഴി ചോദിക്കണ്ടല്ലോ. പുള്ളി ലൊക്കേഷൻ കീറിക്കളഞ്ഞു. ഗ്ലോറി. ഇനി ലൊക്കേഷൻ വേണ്ടല്ലോ. സഭയിലെ വിശ്വാസി വഴി നിന്ന് വിറക് പെറുക്കുന്നു. പാസ്റ്റർ ഒരു കുശലം ചോദിച്ചു, സിസ്റ്റർ നിങ്ങൾ എന്തിനാണ് വിറക് പെറുക്കുന്നത്? ഉടനെ പറഞ്ഞു, വീട്ടിൽ കലത്തിൽ ഒരല്പം മാവിരിപ്പുണ്ട്, ഒരു ശകല എണ്ണ ഇരിപ്പുണ്ട്. ഞാൻ വിറക് പെറുക്കി വീട്ടിൽ ചെന്നിട്ട് ഒരടയുണ്ടാക്കി എൻ്റെ മകനും കൊടുത്ത് ഞങ്ങൾ രണ്ടുപേരും മരിക്കാൻ പോവാ. അദ്ദേഹത്തിന് മനസ്സിലായി പുതിയതായിട്ട് അപ്പോയിൻമെൻ്റ് ഇട്ട സഭയിൽ ആദ്യത്തെ ശുശ്രൂഷ തിരുവത്താഴമല്ല, ഫ്യൂണറൽ സർവീസാണ്, ശവമടക്കാണ്. കാരണം രണ്ട് വിശ്വാസിയുള്ളൂ, രണ്ടുപേരും മരിക്കാനിരിക്കുക. ഒരു ദൂത് ഞാൻ പറയാം. നീ കേട്ടതും നീ അറിഞ്ഞതും നീ കണ്ടതും ഇന്നലകളിൽ നീ മനസ്സിലാക്കിയതും നിന്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ചില വാർത്തകളാണ്. പക്ഷെ തമ്പുരാൻ പറയാ, വിഷമം നീ എവിടെ കേട്ടോ ആ വീട്ടിൽ ഒരു ഉയർപ്പ് നടത്താനാ ദൈവം നിന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സാരേഫാത്തിൽ മരിച്ചവനെ ലാസർ ഉയർപ്പിച്ചെങ്കിൽ ഇപ്പോൾ നീ ഇരിക്കുന്ന സഭയിൽ, ഇപ്പോൾ ചുറ്റുപാട് നീ കാണുന്നതല്ല വാർത്ത. നീ ഇന്നലെ വരെ നിന്റെ ലോക്കൽ സഭയുടെ ചുറ്റുപാടുകളിൽ നീ കണ്ടതും കേട്ടതും അല്ല വാർത്ത. അവിടെ നീ ഉയർപ്പിന്റെ Power of fire, power of fire. ഇന്ന് രാത്രി ദൂത് ഏറ്റെടുക്കുന്നവരിനകത്ത് ആരുണ്ട്? ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ഇപ്പോൾ നീ ആരാ? ഒരു സാധാരണക്കാരനായിരിക്കും, ഒരു സാധാരണ ജോലിക്കാരനായിരിക്കും. പക്ഷെ നിന്നെ നാളെയുടെ നീളങ്ങളിൽ നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നീ കേട്ടിട്ടില്ലാത്ത, ഒരു പക്ഷെ ഇന്നലെ വരെ നീ ചെയ്തിട്ടില്ലാത്ത സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. സാഹചര്യം അറിഞ്ഞ് ചെയ്യുന്ന കർത്താവിൻ്റെ ദൈവം. നിന്റെ വിഷയം ദൈവത്തിന് അറിയാം. നീ ഒന്നും പറയണ്ട, നിന്റെ വിഷയം ദൈവത്തിന് അറിയാം. ആമേൻ. സാരേഫാത്തിൽ ദൈവം ഏലിയാവിനോട് പറഞ്ഞു, അവിടെ കലത്തിൽ മാവ് വർദ്ധിപ്പിക്കണം, എണ്ണ വർദ്ധിപ്പിക്കണം. കാരണം ഇത് രണ്ടും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. കാരണം വിറകുണ്ട്, ദോശക്കല്ലുണ്ട്, ചീനച്ചട്ടിയുണ്ട്, അടുപ്പുണ്ട്, അപ്പോൾ ഉണ്ടാക്കാൻ അറിയാവുന്ന സ്ത്രീയുമുണ്ട്. ഇത്ര ഉണ്ട്, പിന്നെ എന്ത് മതി? മാവും എണ്ണയും മാത്രം മതി. പക്ഷെ ചൂരച്ചെടിയുടെ ചവിട്ടിരിക്കുന്ന ഏലിയാവിന് വിറകില്ല, അടുപ്പില്ല, ഏലിയാവിന് അപ്പം ഉണ്ടാക്കാൻ അറിയത്തില്ല. തമ്പുരാൻ പറഞ്ഞു, സ്വർഗത്തിലെ കിച്ചണിൽ ദൂതൻ ഉണ്ടാക്കിയ അട, അവിടുന്ന് മാവല്ല ഇറങ്ങി വരും, ആട്ട ഇറങ്ങി വരും. ഓ, നിന്റെ മനസ്സ് ദൈവത്തിനറിയാം, നിന്റെ പേഴ്സ് ദൈവത്തിനറിയാം, നിന്റെ അരിമണി കിടക്കുന്ന പാട്ടയ്ക്കകത്ത് എത്ര കിലോ അരി ഉണ്ടെന്നറിയാം, നിന്റെ അടുക്കള ദൈവത്തിനറിയാം, നിന്റെ വിളക്കിലെ എണ്ണയുടെ അളവറിയാം, നിന്റെ വണ്ടിയുടെ ഡീസലിന്റെ അളവറിയാം, നിന്റെ പോക്കറ്റിന്റെ ദൈവത്തിനറിയാം. ആമേൻ പറയാൻ എത്ര പേരുണ്ട് ഇന്ന് രാത്രി? ആമേൻ പറയുന്നത് എത്ര പേരുണ്ട്? നിന്റെ സാഹചര്യം അറിയുന്ന ദൈവം, നിന്റെ സാഹചര്യം അറിയുന്ന ദൈവം. ഇന്ന് രാത്രി ആരുടെയൊക്കെ വീടുകളിൽ അനുഗ്രഹത്തിന്റെ കലവറ തുറക്കുന്നുണ്ട് കേട്ടോ. ആമൻ പറഞ്ഞ് തുടങ്ങിക്കോ. നിന്റെ അളവറിയാവുന്ന, നിന്റെ സാഹചര്യം അറിയാവുന്ന, നിന്റെ ശരീരത്തിന്റെ ഘടന അറിയാവുന്ന, എന്ത് ക്ഷീണമാണ് നിനക്കുള്ളതെന്നറിയാവുന്ന, നിന്റെ രോഗം എന്താണെന്നറിയാവുന്ന എൻ്റെ തമ്പുരാൻ സൗഖ്യവുമായി, വിടുതലുമായി, നന്മയുമായി ഇന്ന് രാത്രി ഇറങ്ങി വരുന്നുണ്ട്. വിശ്വസിക്കുന്നവരുടെ ആരാധന, അത് വിശ്വസിക്കുന്നവർ ഏറ്റെടുക്കുന്നവർ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം.
ഹല്ലേലൂയ. ഞാൻ സ്വർഗത്തിൽ നിന്ന് തമ്പുരാൻ അയച്ച പോസ്റ്റ്മാനാണ് കെ എബ്രഹാം. സ്വർഗത്തിൽ നിന്ന് തമ്പുരാൻ അയച്ച പോസ്റ്റ്മാൻ. എൻ്റെ കുറേ എഴുത്തും തന്നു വിട്ടേക്കുവാ കല്ലിയൂർ കൊടുക്കാൻ. ഒരൊറ്റ എഴുത്തും എൻ്റെ സ്വന്തമല്ല, തന്നയച്ചിരിക്കുക. അഡ്രസ്സ് പറഞ്ഞു കൊടുക്കണം. സ്വത്രം പറഞ്ഞോട്ടെ. പക്ഷെ ഞാൻ ഇന്നൊരു തോത് നിങ്ങളോട് പറയാം. ഇത് നിരന്തരമായിട്ട് കല്ലിയൂരിൽ ഇനി വരുന്ന നാളുകളെല്ലാം ഒരു ശീലമാക്കണം. ഈ കസേരയിൽ ആണി അടിച്ച പോലെ ഇരുന്നുകൊണ്ട് എഴുത്ത് മേടിക്കുന്ന പരിപാടി നിർത്തിയിട്ട് കത്ത് എൻ്റെയാണെന്നറിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ പക്ഷം പോസ്റ്റ്മാനോട് അത് എഴുന്നേറ്റെങ്കിലും ഒന്ന് മേടിക്കാനുള്ള മനസ്സോ മനസ്സിലായവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ചില ദൂതുകളൊക്കെ നിന്റെ നേരെ തമ്പുരാൻ നിന്റെ തലേ വന്ന പാസ്റ്റർ തൊടത്തൊന്നുമില്ല. പക്ഷെ ദൂത് കറക്റ്റ് നിന്നോടാന്നറിഞ്ഞാൽ എഴുന്നേറ്റ് നിന്നിട്ട് അതങ്ങ് മേടിച്ചോണം ആ എഴുത്ത്. ചിലപ്പോൾ മണി ഓർഡർ ആയിരിക്കും, ചിലപ്പോൾ രജിസ്റ്റർ ആയിരിക്കും. ആ പോസ്റ്റ്മാൻ നിന്റെ നേരെ അങ്ങോട്ട് അയക്കുമ്പോ പവർ ഓഫ് ഫയർ. ഇന്ന് രാത്രി തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് ആർക്കൊക്കെ ശക്തമായ ദൂതുകൾ അയക്കുന്നുണ്ട്. ഏറ്റെടുക്കാൻ മനസ്സുള്ളവർ ഇന്ന് രാത്രി ഒന്ന് വിട്ടുകൊടുത്തോ. അസാധാരണമായ ചില അനുഗ്രഹത്തിന്റെ നന്മയുടെ വാതിലുകൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കട്ടെ. യെസ്, വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിച്ച് തുടങ്ങുന്നു. യെസ്, വായിക്കാം. സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവൾ സ്ത്രീലിംഗമാണ്. അവൾ ചെയ്തത് അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. സ്തോത്രം പറഞ്ഞ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ഇത് ശിഷ്യന്മാർ പറഞ്ഞതല്ല, ഇത് പൗലോസ് പറഞ്ഞതല്ല, യേശു ക്രിസ്തു തൻ്റെ സ്വന്തം നാവാൽ പറഞ്ഞതാ. ഇന്ന് രാത്രി അതേ വാചകം ഞാൻ കല്ലിയൂരിനോട് പറയുന്നു. നീ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചെയ്തതെല്ലാം, നീ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചെയ്തതല്ല അവൻ മറക്കത്തില്ല. അവൻ കുറിച്ചു വെച്ച് അത് ഓർമ്മയ്ക്കായി കുറിച്ചു വെക്കുന്ന ദൂതിന്റെ അർത്ഥം മനസ്സിലാകുന്നവർ ആരാധിച്ചു തുടങ്ങ. നീ തമ്പുരാന്റെ നാമത്തിന് വേണ്ടി ഒരു സ്തോത്രം കൊടുത്താൽ ഹല്ലേലൂയ. വിഷയം ഇവിടെയാണ് വിഷയം. ഹല്ലേലൂയ. ആമേൻ. യേശു ക്രിസ്തുവിന് ആമേൻ ശീമോൻ ഒരു വിരുന്ന് കൊടുത്തു. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞു തുടങ്ങിയാട്ടെ. സ്തോത്രം പറഞ്ഞു. നമ്മുടെ 14-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു തുടങ്ങി. ഒന്ന് തൊട്ട് പോകാം നമുക്ക്. അവൻ ബഥാനിയിൽ കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിൽ പന്തിയിൽ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി വിലയേറിയ സ്വച്ഛ ജഡമാംസ തൈലവുമായി വന്നു. ഭരണി പൊട്ടിച്ച് അവന്റെ തലയിൽ ഒഴിച്ചു. യേശുവിന്റെ തലയിൽ ഒഴിച്ചു. അവിടെ ചിലർ തൈലത്തിന്റെ ഈ വെറും ചിലവെന്തിന് ഇത് 300-ലധികം വെള്ളിക്കാശിന് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പീസ് 3 ലക്ഷം, 3 lakhs. ഞാൻ അതിന്റെ കാൽക്കുലേഷൻ നടത്തി. അന്നത്തെ ഒരു ദിവസം ശമ്പളം 1 വെള്ളിക്കാശാ. ഇന്നത്തെ ഒരു ദിവസം ശമ്പളം 1000 രൂപ ഏറ്റവും കുറഞ്ഞത്. 300 വെള്ളിക്കാശ് പറയും 300 ദിവസം ശമ്പളം = 3 lakhs. കയറിയ 10 രൂപ ബക്കറ്റിനകത്തിട്ട് ചിരിക്കുന്ന ഞങ്ങളുണ്ട്. വേണ്ട മാസ്റ്ററെ, അത് വേണ്ടായിരുന്നു കേട്ടോ. സംഘാടകർ മനസ്സിൽ വിചാരിക്കും എന്തൊക്കെ സ്വോത്ര കാഴ്ചയ്ക്ക് മുമ്പ് പ്രസംഗിക്കണ്ടേ, പ്രസംഗത്തിനിടെ സ്വോത്ര കാഴ്ച എടുത്താൽ മതിയായിരുന്നു. രണ്ടും നടന്നില്ല. ഞാനൊരു കാര്യം പറയാം. ഇന്ന് രാത്രി നീ സ്വച്ഛ ജഡമാംസി തൈലം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവിടിരിക്കുന്ന മുഴുവൻ പേരും ഈ യോഗം തീരുമ്പോൾ പറയും, ഞാൻ എൻ്റെ വെങ്കൽ ഭരണി ഇവിടെ പൊട്ടിക്കുക. ഇന്ന് രാത്രി ഒരുപാട് വെങ്കൽ ഭരണികൾ ഇവിടെ പൊട്ടും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണം. കരിങ്കൽ ഭരണികൾ ഇവിടെ പൊട്ടിക്കണ്ട, ചെങ്കൽ ഭരണികൾ ഇവിടെ പൊട്ടിക്കണ്ട, വെങ്കൽ ഭരണികൾ പൊട്ടണം ഇവിടെ. ഇന്ന് രാത്രി വെങ്കൽ ഭരണികൾ ഇന്ന് രാത്രി പൊട്ടും.
ആമേൻ. ഇന്ന് രാത്രി സ്വച്ഛ ജഡമാംസി തൈലം ഇവിടെ ഒഴുകും. അതിന്റെ സൗരഭ്യം കല്ലിയൂര് മാത്രമല്ല, ഈ ഓൺലൈനിലൂടെ ലോകം മുഴുവൻ ആരാധിക്കുന്നവർ ആർപ്പോട് ആരാധിച്ചോ, അതിന്റെ സൗരഭ്യം ലോകം മുഴുവൻ അറിയാൻ പോകുക. കല്ലിയൂര് പൊട്ടിയ സ്വച്ഛ ജഡമാംസി തൈലം, ആ വെങ്കൽ ഭരണി പൊട്ടിയത്, അത് ഇവിടം കൊണ്ട് അവസാനിക്കത്തില്ല, തിരുവനന്തപുരം ജില്ല കൊണ്ട് തീരത്തില്ല, അത് ലോകം മുഴുവൻ പൊട്ടുന്നിടത്ത് മാത്രം സൗരഭ്യം വരുന്ന ഒരുപാട് തൈലങ്ങൾ ഇന്ന് ലോകത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് പൊട്ടുന്നിടത്ത് മാത്രമേ അതിൻ്റെ മണം കാണൂ. 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു മണവും കാണുകയില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പെർഫ്യൂംസ് നമ്മുടെ ഇടയിലുണ്ട്. 2 ചീറ്റും അന്നേരം ഒരു മണം കാണും, പിന്നെ ഒന്നും കാണുകയില്ല. ഹല്ലേലൂയ. എന്നാൽ ഇവൾ കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനത്തേതല്ല. സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രി ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് പറയുന്നു, ഞാൻ ഇന്ന് റൂട്ട് ലാംഗ്വേജ് ഇതെങ്ങനെ ഉണ്ടായെന്നൊക്കെ പറയാൻ പോവാ. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും ചോദിക്കും, പക്ഷേ ഇത് കിട്ടാൻ വല്ല മാർഗമുണ്ടോ, പക്ഷേ എവിടെയെങ്കിലും കിട്ടാൻ. ഇന്ന് നിങ്ങൾ ചോദിച്ചിരിക്കും, യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ. ഒരു ദൂത് ഞാൻ പറയാം. സ്തോത്രം. ഇന്ന് രാത്രി കർത്താവിന് ഒരു വിരുന്ന്, ഒരു അനുഗ്രഹം, കർത്താവിന് ഒരു ബഹുമാനം, ഹോണറിങ്, കർത്താവിന് റെസ്പെക്റ്റ്, അത് കൊടുക്കുന്നിടത്താണ് ഈ തൈലം പൊട്ടുന്നത്. ഇന്ന് രാത്രി ഞാൻ അടുത്ത് പറയുന്ന ദൂതുകൾ കൃപയുള്ളവർ കേട്ട് ആരാധിച്ചു തുടങ്ങിക്കോ. ആരാധിക്കാം. കണ്ണടച്ച് കർത്താവിനെ ചേർത്ത് പിടിച്ച് ആരാധിച്ചോ. നിന്റെ സ്തോത്രങ്ങൾ ഒരു വിരുന്നാണ്. നിന്റെ ഹല്ലേലൂയ എൻ്റെ ദൈവത്തിനൊരു വിരുന്നാ. നീ കൈയടിക്കുന്നത് ഒരു വിരുന്നാ. ഇന്ന് രാത്രി നിന്റെ ആരാധന ഒരു വിരുന്നാ. എൻ്റെ അരുമനാഥനെ നീ ഒന്ന് നോക്കിക്കേ, സ്നേഹത്തോടൊന്ന് നോക്കിക്കേ, അതൊരു വിരുന്നാ. അങ്ങ് പുറകിൽ റോഡ് വരെ ഇന്ന് രാത്രി അവിടെ ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഒരു വിരുന്ന് കൊടുക്കാൻ മനസ്സുള്ളവർ ഇന്ന് രാത്രി ഒന്ന് കൈയടിക്ക, ഒന്ന് വാതുറക്ക. എൻ്റെ തമ്പുരാൻ ഒരു വിരുന്ന്. കല്ലിയൂര് ജനറൽ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രി യേശുവിന് വിരുന്നാണ്. നമ്മുടെ ആരാധന വിരുന്നായി മാറട്ടെ, നമ്മുടെ സന്തോഷം ഒരു വിരുന്നായി മാറട്ടെ, നമ്മുടെ പാട്ടുകൾ വിരുന്നായി മാറട്ടെ, നമ്മുടെ ആരാധനയിലെ ഓരോ ശബ്ദങ്ങളും എൻ്റെ തമ്പുരാന് വിരുന്നായി മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സന്തോഷത്തോടെ അഭിഷേകമുള്ളവര് അന്യഭാഷകളിൽ ആത്മശക്തിയോടെ ഇന്ന് രാത്രി നിന്റെ കയ്യടി, നിന്റെ ആരാധന, നിന്റെ സ്തോത്രങ്ങള്, നിന്റെ ഹല്ലേലൂയ, എന്റെ സർവശക്തന്, അഖിലാണ്ടത്തിനുടയവന്, സ്തുതികൾക്ക് മീതെ വസിക്കുന്നവന് ഇന്ന് രാത്രി ആരാധനയ്ക്ക് യോഗ്യന് വിരുന്നായി മാറട്ടെ, വിരുന്നായി മാറട്ടെ. A banquet for Jesus. യേശുവിന് ഒരു വിരുന്നായി ഇന്ന് രാത്രി നിന്റെ ആരാധന മാറട്ടെ. ഈ ആരാധന എന്റെ ദൈവത്തിന് ഒരു വിരുന്നായി മാറട്ടെ. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. ആ വിരുന്നുശാലയിൽ 4 തരം ആൾക്കാരുണ്ട്. ഒന്ന്, യേശുവിന് വിരുന്ന് കൊടുക്കുന്ന ശീമോൻ. ആമേൻ. 2, വിളിക്കാതെ കയറി വന്ന് യേശു ആമേൻ ഒരിക്കലും നനയ്ക്കാത്ത വിരുന്ന് കൊടുത്ത മറിയ. നമ്മൾ നോട്ടീസ് കൊടുത്തവരൊന്നും അല്ല ബാക്കി നിൽക്കുന്നത്. സ്വച്ഛ ജഡമാംസി തൈലവും കൊണ്ട് വിരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് വന്നതാ. കൃപയുള്ളവർ ആരാധിച്ചു തുടങ്ങിക്കേ. നമ്മൾ ക്ഷണിച്ചിട്ട് നമ്മൾ നോട്ടീസ് വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് വന്നതല്ല. അവരുടെ കയ്യിൽ ഒരു വെങ്കൽ ഭരണി ഉണ്ട്. സുരേഷ് കുമാരപുരം ഇന്ന് രാത്രി ഇവിടെ വന്നത് വീട്ടിൽ ചെന്ന് വന്നേ പറ്റത്തുള്ളൂ നിർബന്ധിച്ചത് കൊണ്ടല്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വെങ്കൽ ഭരണി ഉണ്ട്. അതൊന്ന് പൊട്ടിക്കാൻ വന്നതാ. അതൊന്ന് പൊട്ടിക്കാൻ എന്റെ കയ്യിൽ ഒരു വെങ്കൽ ഭരണി ഉണ്ട്. അതൊന്ന് പൊട്ടിക്കാനാണ് ഈ വിരുന്ന് വീട്ടിൽ ഞാൻ വന്നത് എന്ന് ഉറപ്പുള്ളവർ ആരാധന, ഉറപ്പുള്ളവർ ആരാധന. യെസ്.
അവൻ ഒരൊറ്റ സമയം പോലും അവൻ അതരം അടക്കിയിരിക്കാൻ പാടില്ല. നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക. ഞാൻ നിന്റെ അനുഗ്രഹം കൊണ്ട് നിന്നെ നിറയ്ക്കാം. ഇന്ന് രാത്രി ഗ്രൗണ്ട് മുഴുവൻ ആരാധന കൊണ്ട് നിറയട്ടെ. അറേബ്യൻ നാടുകളിൽ, മിഡിൽ ഈസ്റ്റ്, മധ്യപൂർവേഷ്യയിൽ, മരുഭൂമിയിൽ കാണുന്ന ഒരു മരത്തിന്റെ കറയും അതിനോട് ചേർത്ത് ചില പ്രത്യേക വസ്തുക്കളും ചേർത്തുണ്ടാക്കുന്നതാണ് സ്വച്ഛ ജഡമാംസ തൈലം. സേമ്യ ഭാഷയിൽ നാർദോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തൈലം സാൻസ്ക്രിറ്റിൽ, ഇന്ത്യൻ ഭാഷയായ സംസ്കൃതത്തിൽ നലഥ എന്ന വാക്കിൽ അറിയപ്പെടും. ആമേൻ. ദേവന്മാർക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേകതരം വിലയേറിയ തൈലമാണ്. അതിനെ സേമ്യ ഭാഷയുമായിട്ട് കണക്ട് ചെയ്ത് നാർദോസ് എന്ന് പറഞ്ഞിട്ട് അരാമ്യ ഗ്രീക്കിൽ, ആമേൻ, ഈ തൈലത്തിന് വേറൊരു പേരുണ്ട്, നാർദു പിസ്തിക്കോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കുറിച്ച് പക്കട്ട് വിളിച്ചു, കലർപ്പില്ലാത്ത തൈലം, വേണ്ടാത്തത് ചേർക്കാത്ത തൈലം, മാലിന്യം കളരാത്ത തൈലം. ഓ, നാർദു പിസ്തിക്കോസ്. അവൻ ഇന്ന് രാത്രികാലം അവൻ യേശുവിനെ അറിയുന്ന ചങ്കിനകത്ത് നിന്റെ ഹൃദയമാണ് ഈ വെങ്കൽ ഭരണിയെങ്കിൽ അതൊന്ന് പൊട്ടുമ്പോൾ നിന്റെ അകത്തുനിന്ന് പുറത്തു വരുന്ന ഈ തൈലമാണ് നിന്റെ ആരാധനയെങ്കിൽ അത് നാർദു പിസ്തിക്കോസ്. കലർപ്പില്ലാത്ത ഉപദേശം, കലർപ്പില്ലാത്ത ആരാധന, കലർപ്പില്ലാത്ത സ്തോത്രം, കലർപ്പില്ലാത്ത സുവിശേഷം, കലർപ്പില്ലാത്ത ദൈവകൃപ, കലർപ്പില്ലാത്ത കൂട്ടായ്മ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, സുവിശേഷം എവിടെല്ലാം പ്രസംഗിക്കുമോ അവിടെയെല്ലാം ഈ സ്ത്രീ പ്രസംഗിക്കപ്പെടും. അവൾ കൊണ്ടുവന്നതിനൊരു പ്രത്യേകതയുണ്ട്, അതിനകത്ത് കലർപ്പില്ല. ഇന്ന് രാത്രി എൻ്റെ പ്രസംഗത്തിന് വലിയ വിലയുണ്ട്. ഒരുപാട് പേർ കലർപ്പ് ചേർത്ത് പ്രസംഗിക്കുമ്പോൾ, പലതിനകത്ത് കലർപ്പ് കാണിക്കുമ്പോൾ, ഇന്ന് രാത്രികാലം ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കും. നിന്റെ ഹൃദയമാണ് വെങ്കൽ ഭരണി. വാ, ചങ്കത്ത് കൈവച്ച് പറ, എന്റെ ഹൃദയമാണ് വെങ്കൽ ഭരണി. അത് പൊട്ടുമ്പോൾ പുറത്തു വരുന്ന ആരാധനയാണ് നാർദു പിസ്തിക്കോസ്. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ച് തുടങ്ങിയാട്ടെ. അസാധാരണമായ ഒരു ദൈവകൃപ നമ്മെ വ്യാപരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നെ തൊടുകയാ. യേശുവിന്റെ തലയിൽ ഒഴിച്ചത് നാർദു പിസ്തിക്കോസ്. അവിടെ സൗരഭ്യം പരത്തിയത് നാർദു പിസ്തിക്കോസ്. കലർപ്പില്ലാത്ത ഉപദേശം അത് സൗരഭ്യമുള്ളതാ. നീ രക്ഷിക്കപ്പെടുന്നവരുടെയിലും നശിക്കുന്നവരുടെയിലും യഹോവയ്ക്ക് സൗരഭ്യമാകണമെങ്കിൽ ഇന്ന് രാത്രി നിന്റെ കയ്യിൽ നാർദു പിസ്തിക്കോസ് ഉണ്ടാകട്ടെ. നാർദു പിസ്തിക്കോസ്, നാർദു പിസ്തിക്കോസ്, നാർദു പിസ്തിക്കോസ്. കലർപ്പില്ലാത്ത തൈലം, പലതും ചേർക്കാത്ത തൈലം, ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി അവേ കൃപയിൽ ഉണ്ടാക്കിയ തൈലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. വായിക്ക ലേവ്യ 19:19. ലേവ്യ 19:19, ആവർത്തനം 22:10, ആവർത്തനം 25:13, സദർശവാക്യങ്ങൾ 20:10. വായിക്കാം. ആദ്യം ലേവ്യ 19:19. നിങ്ങൾ എന്റെ ചട്ടങ്ങൾ പ്രമാണിക്കണം. രണ്ടു തരം മൃഗങ്ങളെ തമ്മിൽ ഇണ ചേർക്കരുത്. രണ്ടു തരം മൃഗങ്ങളെ തമ്മിൽ ഇണ ചേർക്കരുത്. നിന്റെ വയലിൽ കൂട്ടുവിത്ത് വിതയ്ക്കരുത്. നിന്റെ വയലിനകത്ത് ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ വിത്ത് വിതയ്ക്കുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് വിത്ത് വിതയ്ക്കരുത്.
നീ നാർദു പിസ്തിക്കോസെ വിതയ്ക്കാവൂ, കലർപ്പില്ലാത്തത് വിതയ്ക്കണം. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. സൗകര്യം പോലെ വിതയ്ക്കരുത്. നിന്റെ ഇഷ്ടം പോലെ വിതയ്ക്കാനുള്ളതല്ല നിത്യതയുടെ വിത്ത്. നിന്റെ സൗകര്യം പോലെ വിതയ്ക്കാനുള്ളതല്ല. രണ്ടു തരം വിത്ത് വിതയ്ക്കരുത്. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പാപവും യാഗവും കൂടെ ഒന്നിച്ചു പോവുകയില്ല. അന്യഭാഷ അന്യായ ഭാഷയും കൂടെ ഒരുമിച്ച് പോകത്തില്ല. ഈയിടെ ഒരിടത്ത് 21 ദിവസത്തെ ഉപവാസം. പാസ്റ്ററെ, ഞാനങ്ങോട്ട് കയറി ചെല്ലുക. ഒരു 7:15 ആയി, പ്രസംഗ സമയമായി. ഞാനങ്ങോട്ട് കയറുക. അപ്പം അതിനകത്തിരുന്ന് ഉപവസിക്കുന്ന ഒരാൾക്കൊരു ഫോൺ വന്നു. പുള്ളി വെളിയിലോട്ട് ഇറങ്ങി നിന്ന് അതിന് മറുപടി പറയാം. അപ്പം ഞാനങ്ങോട്ട് കയറുക. നടന്ന സംഭവം. ഞാനങ്ങോട്ട് കയറുമ്പോൾ പുള്ളി വെളി നിൽക്കാം. അപ്പം ഞാൻ ഷൂ ഊരുന്ന സമയത്ത് ഈ പുള്ളി പറയുന്ന കേട്ടതാ. കുനിഞ്ഞ് ഞാൻ ഊരുക. ഡേയ്, ഫോൺ വെക്കടാ. ആൾ ഫോണി പറയാണ്, ഫോൺ വെക്ക്, ഞാൻ ഉപവാസത്തിലാ. ഇപ്പം ഞാൻ മറുപടി പറയുന്നില്ല. നാളെ കഴിഞ്ഞ് തീരും, നിന്നെ ഞാൻ വന്ന് കണ്ടോളാം. അങ്ങനെയുണ്ട്. ഈ പുള്ളിയോടാണ് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. ഇവന്റെ പേരാണ് പിസ്തിക്കോസ്, അല്ല ഗുസ്തിക്കോസ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഞാൻ ചോദിക്കുന്നത്, നീ എടുത്ത തീരുമാനം കറക്റ്റാണോ? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പിന്നെ ഞാൻ ഒരിടത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇന്ന് രാത്രി ചില സ്ഥലങ്ങളിലൊക്കെ അവസാന ദിവസം വിളിക്കുമെന്നെ. ആമേൻ. അത് കർത്താവിൻ്റെ ഒരു കൃപയാണ്. അതിന് ഉത്തരവാദിത്വത്തോടുകൂടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ആമേൻ. ഇന്ന് രാത്രി ഇവിടെ അവസാനത്തെ ദിവസം നിൽക്കുമ്പോൾ ഒരു കൺക്ലൂഷനിൽ ആമേൻ ഭവനങ്ങളിലേക്ക് കടന്നു പോകുന്ന അഭിഷിക്തന്മാർക്കും ദൈവമക്കൾക്കും വാരിക്കോരി ചാക്ക് നിറച്ച് കൊണ്ടുപോകാൻ തരണേ എന്ന് ഞാൻ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നേ പാസ്റ്ററെ. കാരണം എന്നെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വത്തിനകത്ത് ഞാൻ തീർച്ചയായിട്ടും ദൈവസ്ഥലിൽ വിശ്വസ്തനായിരിക്കണമെന്നുള്ളത് അതെനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഞാൻ വരുന്നത്. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരിടത്ത് ചെന്നപ്പോൾ പറഞ്ഞു, ഇന്ന് ഈ ഉപവാസം തീരുകയാണ്. അടുത്ത വാചകം, അങ്ങനെ ഇന്ന് കൊണ്ട് നമ്മുടെ ഉപവാസം തീരുന്നു എന്ന് പ്രസംഗിക്കാൻ പാസ്റ്റർ എന്ന് പറഞ്ഞ് എൻ്റെ പേരൊക്കെ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങൾ ആരും വിഷമിക്കരുത്, ഇന്ന് ഉപവാസം തീരുന്നില്ല. പക്ഷെ ഉപവാസം എന്ന് പറഞ്ഞാൽ ആവശ്യം പാസ്റ്റർ ദൈവത്തോടു കൂടെ വസിക്കുക എന്നല്ല എൻ്റെ അർത്ഥം. അത് അന്ന് തീരുകയാണ്. പിന്നെ ഇവരുടെ കാര്യം എന്തായി തീരും. അത് അന്ന് തീർന്നാൽ ആമേൻ. എന്നാലോചിച്ച് നോക്കിയാൽ പാസ്റ്ററെ, അവർ പറയുന്ന ഉപവാസം ഇന്ന് തീരുകയാണ്. ഞാൻ പറഞ്ഞു, ഇന്ന് ഇവിടെ ഭക്ഷണം കഴിക്കുമെന്നുള്ളതല്ലാതെ ഈ ഉപവാസം ഇന്ന് തീരുകയല്ല, മരണം വരെ ഈ ഉപവാസം തുടരുമോ? കൃപയുള്ളവർ ദൈവത്തൊന്ന് സ്തുതിച്ച് തുടങ്ങിയാട്ടെ. അതുകൊണ്ട് കൺവെൻഷൻ ഇവിടെ തീർന്നെന്നുള്ളതേ ഉള്ളൂ. നാർദു പിസ്തിക്കോസും കൊണ്ട് ഇന്ന് രാത്രി പോകാവുക. എല്ലാവരും വേണം ഒന്ന് കുറിച്ച് വെച്ചോ, കാണാപ്പാടം പഠിച്ചോ. നാർദു പിസ്തിക്കോസ്, കലർപ്പില്ലാത്ത ദൈവവചനം, കലർപ്പില്ലാത്ത ആരാധന, കലർപ്പില്ലാത്ത തൈലം, ഹല്ലേലൂയ, മാലിന്യമില്ലാത്തത്, വേണ്ടാത്തതൊന്നും ചേർക്കാത്ത നാർദു പിസ്തിക്കോസ് ഇന്ന് രാത്രി എനിക്ക് വേണമെന്ന് പറ. ദൈവദാസി, നമ്മൾ എന്താ വായിച്ചത്? 2 തരം വിത്ത് വിതയ്ക്കരുത്. വായിക്കാം. ആവർത്തനം 22:10. കാളയെയും കഴുതയെയും ഒന്നിച്ച് പൂട്ടി ഉഴരരുത്. ആമേൻ. സാരമില്ല, അതൊക്കെ തെറ്റും, ഒന്നും കുഴപ്പമൊന്നുമില്ല, അന്ന് സാരമില്ല. ഹല്ലേലൂയ. ഞാൻ ഒരു 1/2 മിനിറ്റ് നിങ്ങൾക്ക് റെസ്റ്റ് തരുന്നത് അങ്ങനെ എപ്പോഴേലും ഉഴുക എന്നൊന്നും ചിന്തിക്കാനാണ്. ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നീ പ്രാർത്ഥിക്കുന്ന ദൈവദാസിയാ. ഇതിനകത്ത് നല്ല, എനിക്കറിയാം, നല്ല അഭിഷക്തകളായ ദേവദാസന്മാരെ നീണ്ട നിരയുണ്ട്. ഞാൻ ചോദിക്കുന്നു, എപ്പോഴെങ്കിലും നിന്റെ ആത്മീയ ജീവിതത്തിനകത്ത് കലർപ്പ് കയറിയിട്ടുണ്ടോ? അടുത്തൊരു വാക്യം, അടുത്തൊന്ന് വായിച്ചാട്ടെ. ആമേൻ. ആട്ടുരോമവും ചണവും ചാക്കുനൂലും കൂടെ, ചണം മനസ്സിൽ, ചാക്കുനൂലും കൂടെ കൂടിക്കലർന്ന വസ്ത്രം ധരിക്കരുത്. ഹല്ലേലൂയ. ഇത് കല്യാണം കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞിട്ടല്ല പറയേണ്ടത്, പെണ്ണ് കാണുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം. ചണനൂലും ആട്ടുരോമവും കൂടെ ഒരുമിച്ച് പിന്നരുത്. സ്തോത്രം പറഞ്ഞാട്ടെ. ഈയിടെ ഒരു പയ്യൻ എന്നോട് പറഞ്ഞു, എനിക്ക് അതിന് നേരത്തെ തന്നെ അറിയാം, പിന്നെ യൂട്യൂബിലൊക്കെ എൻ്റെ പ്രസംഗം കേട്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചത്. പാസ്റ്ററെ,
എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു നിൻ്റെ പേരെന്താ? സ്വാൻസോ. ഓ, എൻ്റെ കല്യാണമാണ്. ആയിക്കോട്ടെ, ഞാൻ എന്താ പ്രശ്നം? നിനക്കൊരു വിഷമം പോലെ. വീട്ടിലറിയത്തില്ല. ഞാൻ ചോദിച്ച ഏതാ പെൺകുട്ടി? എൻ്റെ കൂടെ കോളേജിൽ പഠിക്കുന്ന. നിങ്ങൾ മാതാപിതാക്കളൊക്കെ ആരാധിക്കാൻ പോകുന്ന ആ സഭയോട് ബന്ധപ്പെട്ടാണോ? അല്ല, സഭയിലെ ഒന്നും അല്ല. ഞാൻ ചോദിച്ചാൽ ആദ്യം നീ ആ സങ്കടമൊക്കെ നിർത്തിക്കേ, നല്ല പോലെ സംസാരിക്കേ. നീ എന്തിനാ അങ്ങനെ ഒരു തീരുമാനം എടുത്തേ? നീ കരയാതെ ശബ്ദമൊന്നും ഇടറാതെ എന്നോട് പറ, നീ എന്തിനാ അങ്ങനെ ഒരു തീരുമാനം എടുത്ത? അപ്പോൾ അവൻ എന്നോട് പറയാം, ഒരാത്മാവിനെ രക്ഷിക്കാമല്ലോ എന്ന് വിചാരിച്ച. നീ അങ്ങനെ സുവിശേഷ വേല ചെയ്യണ്ട. അവൻ്റെ ഒരു ആത്മഭാരം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാ, ആട്ടുരോമവും ചണവും കൂടെ ഒരുമിച്ച് പിന്നരുത്. പിന്നത്തേതിൽ നീ വിഷമിക്കാൻ ഇടയാകരുത്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ഇടയിൽ ജാതിയില്ല, മതമില്ല, നിറമില്ല, ഒരു വ്യത്യാസമില്ല. പക്ഷെ ഒന്നുണ്ടായിരിക്കണം, അവൻ യേശുവിനെ കണ്ടവര് തമ്മിൽ ഒരുമിച്ച് പിന്നട്ടെ. യേശുവിനെ അറിഞ്ഞവർ ഒരുമിച്ച് ചേരട്ടെ. യേശുവിനെ ആരാധിക്കുന്നവർ ഒരുമിച്ച് ചേരട്ടെ. എൻ്റെ കൂടെ കരമടിക്കാൻ മനസ്സുള്ളവർ നല്ലപോലെ കരമടിച്ച ആത്മാവില് അതിനെ ഒന്ന് സന്തോഷത്തോടെ സ്വീകരിക്കുക. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ. വായിക്കാം. ആവർത്തനം 25:13. നിന്റെ സഞ്ചിയിൽ തൂക്കം കൂടിയതും കുറഞ്ഞതുമായ രണ്ടു തരം പടി ഉണ്ടാകരുത്. രണ്ടു തരം കട്ടി ഉണ്ടാകരുത്. സഭയിലുള്ള എല്ലാവരും നീ ഒരുപോലെ തൂക്കിയാൽ മതി. ആമേൻ, ഹല്ലേലൂയ. ഞാനൊരു ഭയങ്കര ഒരു മർമ്മം പറഞ്ഞുതരാം. ഇതിനകത്ത് ഡോളർ കണ്ടിട്ടുള്ള ആരെങ്കിലും, സ്വന്തമായിട്ടുള്ളവരല്ല, ഡോളർ കണ്ടിട്ടുള്ളവരൊന്ന് കൈവയ്ക്കാട്ടെ. ഡോളർ കണ്ടിട്ടുള്ളവർ അറിഞ്ഞോണം, അമേരിക്കയിലെ ഡോളറിന് 100ന്റെ ഡോളറും 50ന്റെ ഡോളറും $1 $20 ഒരേ വലിപ്പമാണ്. ഒരേ വലിപ്പമാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം 100 ഉള്ളവനും 50 ഉള്ളവനും 20 ഉള്ളവനും ഒരേ വലിപ്പമാണ്. ഇവിടെ അങ്ങനല്ല. $1 ചെറുതും 5 അതിലും വലുതും 10 അതിലും വലുത് 100 അതിലും വലുത് 500 ഉള്ളവൻ എല്ലാത്തിലും വലുത്. ഇവിടെ പല വലിപ്പമാ. ആമേൻ. എന്നാൽ ആമേൻ, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുക, നിന്റെ സഞ്ചിക്കകത്ത് 2 തരം പടി പാടില്ല. എല്ലാവരും ഒരൊറ്റ പടിയിൽ നീ തൂക്കണം. ആമേൻ. ഇന്ന് രാത്രി എത്ര പേർക്ക് ദൂതിന്റെ അർത്ഥം മനസ്സിലായി? നിന്റെ അകത്ത് കലർപ്പില്ലാത്ത തൈലം, മാലിന്യമില്ലാത്ത തൈലം, വേണ്ടാത്തതൊന്നും ചേർക്കാത്ത തൈലം എന്റെ അകത്തുണ്ടെന്ന് ഉറപ്പുള്ളവരോട് ഈ രാത്രി പറയുക, അവൻ എല്ലാവരെയും, ഏത് മതമായാലും ഏത് ജാതിയായാലും പണക്കാരനായാലും ബെൻസിൽ വന്നാലും BMW വന്നാലും ഏത് കാറിൽ വന്നാലും സൈക്കിളിൽ വന്നാലും എല്ലാവരെയും ഒരേ ത്രാസില് ഒരേ തൂക്കത്തിൽ കാണാൻ മനസ്സുള്ളവന്റെ പേരാണ് നാർദോപിസ്തിക്കോസ്. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി അനേക ജീവിതങ്ങൾക്ക് വലിയ വിടുതൽ നടന്നുകൊണ്ടിരിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് അനേകരെ തൊട്ടുകൊണ്ടിരിക്കാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. കർത്താവ് ഇന്ന് രാത്രി ചിലരെ അനുഗ്രഹം കൊണ്ട് നിറച്ചുകൊണ്ടിരിക്കാൻ സ്തോത്രം. എവിടെ തീരുമാനങ്ങളുണ്ടോ, എവിടെ വ്യത്യാസങ്ങളുണ്ടോ, എവിടെ ടേണിംഗ് ഉണ്ടോ, എവിടെ ആത്മാവിന്റെ കത്തലുണ്ടോ, അവിടെയൊക്കെ വിടുതൽ ദൈവം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെയെല്ലാം നിറച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മൊബൈൽ ഫോണിനകത്ത് നീ ചിലപ്പോൾ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് അത് ഓൺ ചെയ്യുമ്പം മൊബൈൽ ഫോൺ എഴുതി കാണിക്കും മെമ്മറി ഫുൾ. ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഓൺ ചെയ്തപ്പം മൊബൈൽ പറഞ്ഞു മെമ്മറി ഫുൾ. കർത്താവിന് ചില ദർശനവും വെളിപ്പാടൊക്കെ നിനക്ക് തരണമെന്നുണ്ട്.
പക്ഷെ എപ്പോൾ കർത്താവ് ഓൺ ചെയ്യപ്പെടും ഈ മെമ്മറി ഫുള്ളാണ്. വേണ്ടാത്തതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടിരിക്കുക. അവിടെ ഇരുന്നുകൊണ്ട് കുറച്ച് ഡിലീറ്റ് ചെയ്യാമെങ്കിൽ കുറച്ച് ദർശനം അകത്ത് കയറും. അവൻ കുറച്ച് ദർശനം ഇന്ന് രാത്രി അകത്ത് കയറാൻ പഴയത് കുറച്ച് ഡിലീറ്റ് ചെയ്യാൻ പറയാ. പഴയത് കുറച്ച് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ അവൻ ഇന്ന് രാത്രി കുറെ ദർശനം നിന്റെ അകത്ത് കയറാൻ, കുറെ ദൈവ നിയോഗങ്ങള്, ദൈവത്തിന്റെ ആലോചനകള്, ദൈവത്തിന്റെ വെളിപ്പാടുകള് എന്റെ അകത്തൊന്ന് കയറാൻ. യെസ്, ഹല്ലേലൂയ. വായിക്കാം സദൃശവാക്യങ്ങൾ 20-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. രണ്ടു തരം തൂക്കവും, രണ്ടു തരം തൂക്കവും, രണ്ടു തരം അളവും, രണ്ടു തരം അളവും, രണ്ടും ഒരുപോലെ, രണ്ടും ഒരുപോലെ യഹോവയ്ക്ക് വെറുപ്പ്, യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ആവർത്തനം 25-നകത്തൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ എല്ലാം ഒന്നും വായിച്ചില്ല, സമയമില്ല. എനിക്കിനി കിടക്കുന്ന വേദപുസ്തകത്തിൽ ഒരു 8 ശീമോൻ. അയ്യോ, ആമേൻ, ഹല്ലേലൂയ. ദൈവത്തെ അളന്നവർ, ആമേൻ, സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, ദൈവം എന്നെ ഉപയോഗിക്കണോ? ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ദൈവം എന്നെ ഉപയോഗിക്കണം. ഞാൻ ആഗ്രഹിക്കുന്ന ദൈവം എന്നെ ഉപയോഗിക്കണം. ഇന്ന് രാത്രി മുട്ടിന്മേൽ നിന്നിട്ട് ഞാൻ കരമുയർത്തി പറയും, കർത്താവേ, ഇതുവരെ ഉപയോഗിച്ചതിനേക്കാൾ ശക്തമായി എന്നെ ഉപയോഗിക്കണമേ. ഇന്ന് രാത്രി എത്ര പേര് ഇവിടെ പറയും, ദൈവം എന്നെ ഉപയോഗിക്കണം? ഇന്ന് രാത്രി 2 വഴിയില്ല, ഒറ്റ വഴി പറയാ. നിന്റെ അകത്തുനിന്നൊരു വെങ്കൽ ഭരണി ഇന്ന് രാത്രി പൊട്ടണം. അതിനകത്തുനിന്ന് പുറത്തു വരുന്നതെല്ലാം നാർദു പിസ്തിക്കോസ്, കലർപ്പില്ലാത്തതാകട്ടെ. അതിനകത്തുനിന്ന് വരുന്നതെല്ലാം മാലിന്യമില്ലാത്തതാകട്ടെ. അഴുക്ക് മിക്സ് ചെയ്യാത്ത, അശ്ലീലം മിക്സ് ചെയ്യാത്ത, അസാൻമാർഗികത, ആമേ, ദുഷ്ടത മിക്സ് ചെയ്യാത്തത് ഇന്ന് രാത്രി നിനകത്തു നിന്ന് പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ. ആമേൻ. ബൈബിളിനകത്ത് നിന്നൊരു ബയോഡാറ്റ പറഞ്ഞു തരാം. അത് സ്വന്തം ജീവിതത്തിൽ എൻ്റെ ബയോഡാറ്റ എന്ന് പറഞ്ഞ് കുറിക്കാൻ ധൈര്യമുള്ളവർ കുറിച്ചോ. ആമേൻ. ബൈബിൾ അത് എവിടാന്ന് ഞാൻ പുറകിന് പറയാം. ഞാൻ ദയയെയും ന്യായത്തെയും കുറിച്ച് പാടും. യഹോവേ, ഞാൻ നിനക്ക് കീർത്തനം പാടും. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും. എപ്പോൾ നീ എൻ്റെ അടുക്കൽ വരും? ഞാനൊരു നീചകാര്യം എൻ്റെ കണ്ണിന് മുമ്പിൽ വയ്ക്കുകയില്ല. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു. ക്രമം കെട്ടത് ഞാൻ ചെയ്യത്തില്ലെന്നല്ല, ക്രമം കെട്ടവൻ എൻ്റെ വീട്ടിൽ കെട്ടിയല്ല. ഞാൻ അപ്പോൾ നല്ലപോലെ ആ വാക്യം, ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു. വക്രത എന്നോട് അടുത്ത് വരികയില്ല. ഞാൻ താമസിക്കുന്ന വീടാന്ന് പറഞ്ഞാൽ വക്രത അതിൻ്റെ അപ്പുറത്തെ വഴി കൂടെ പോകും. അതാ നിന്റെ പേര് നാർദോ പിസ്തിക്കോസ്. ആമേൻ. അല്ല, അടുത്ത കേട്ടോ, കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ സഹായിക്കുകയില്ല. ഉന്നത ഭാവവും നികള ഹൃദയമുള്ളവൻ എൻ്റെ വീട്ടിൽ വരികയിൽ. ഒന്ന് പറഞ്ഞേ, ഉന്നത ഭാവവും നികള ഹൃദയമുള്ളവൻ എൻ്റെ വീട്ടിൽ വരികയില്ല. സന്തോഷം. എത്ര പേർ പറയും ഇന്ന് രാത്രി അതെൻ്റെ ബയോഡാറ്റ എന്ന് പറയാൻ? നാർദു പിസ്തിക്കോസ്, ഇതിനകത്തിരിക്കുന്ന ആമേ, വെങ്കൽ ഭരണികളൊന്ന് പൊട്ടട്ടെ, വെങ്കൽ ഭരണികളൊന്ന് പൊട്ടട്ടെ. ഈ ചിലര് ഈ ഭരണി പൊട്ടിക്കത്തില്ല. പൊട്ടിയിരുന്ന് പറഞ്ഞാൽ പൊട്ടിക്കുകയില്ല. കാരണം പൊട്ടിയാലല്ലേ അറിയുള്ളൂ അകത്തെന്തോ ഉള്ളതെന്ന്. അകത്തെ തൈലത്തിൻ്റെ സൗരഭ്യം അറിയണം. ഇതെന്തോ ചെയ്യണം? പൊട്ടണം. പണ്ടൊരാൾ പറഞ്ഞു പോലെ, മച്ചാൻ നനച്ചാ പുലി കൂടെ വീട്ടിൽ വരുവാനാ, ഉയർ പോന്നാൽ നനയ്ക്കാൻ മാട്ടാറുണ്ട്. അവർ നനച്ച പുലി വരും, ആന ഉയർ പോന്നാലും നനയ്ക്കാൻ മാട്ടാറ്. പുള്ളി വിചാരിച്ചാലല്ലേ വരുള്ളൂ. ജീവൻ പോയാലും വിചാരിക്കത്തില്ല. ഇന്ന് രാത്രി ഈ ദൂത് മറക്കരുത്. ഇവിടെ വന്ന നീ നിന്റെ വെങ്കൽ ഭരണി, അർത്ഥാൽ നിന്റെ ഹൃദയം തമ്പുരാന്റെ മുമ്പിൽ ഒന്ന് പൊട്ടിക്ക. എന്നിട്ട് അതിനകത്തെ ആ സ്വച്ഛ ജഡമാസി ദൈവത്തെ യേശുവിൻ്റെ തലയിലോട്ട് ഒഴിച്ച് അതിൻ്റെ സൗരഭ്യം എല്ലാവരും ഒന്ന് മടക്കട്ടെ. നിന്റെ സ്തോത്രത്തിൻ്റെ സൗരഭ്യം, നിന്റെ ഹല്ലേലൂയയുടെ സൗരഭ്യം അങ്ങ് പുറകിൽ ആ റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്നവരെ ഞാൻ ബഹുമാനിച്ച് സ്നേഹിച്ച് അവൻ ഹല്ലേലൂയ. സാഹചര്യങ്ങൾ ഒരു പക്ഷെ നിങ്ങൾക്ക് സൗകര്യമായിട്ട് അവൻ ഇരിക്കാനുള്ളതല്ലെങ്കിലും ഈ പോകാതെ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനുള്ള ആ നല്ല മനസ്സുള്ള ആ പുറകിൽ നിൽക്കുന്നവർക്ക് വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയട്ടെ, ആ വെങ്കൽ ഭരണികളെല്ലാം ഇതിനകത്തൊന്ന് പൊട്ടട്ടെ. ഇന്ന് രാത്രി സകല വെങ്കൽ ഭരണികളും ഈ രാത്രി പൊട്ടട്ടെ. സൗരഭ്യം പുറത്തു വരട്ടെ. ഇത്
യേശു പറഞ്ഞു, ഇവൾ ചെയ്തത്, എൻ്റെ തലയിൽ ഇവൾ കൊണ്ട് തൈലം ഒഴിച്ചില്ലേ, ഇവൾ ചെയ്തത് ലോകം മുഴുവൻ ഇവളുടെ ഓർമ്മയ്ക്കായി പ്രസംഗിക്കപ്പെടും. വൈ? അത് രാജാഭിഷേകമാണ്. ആമേൻ. അത് രാജാഭിഷേകമാണ്. ഇന്ന് രാത്രി എൻ്റെ കർത്താവിൻ്റെ അസാധാരണമായ ഒരു അഭിഷേകത്തിൻ്റെ വ്യാപാരം എന്നൊക്കെ വ്യാപരിക്കുന്നുണ്ട്. തുടക്കത്തിലെ കർത്താവിനോട് ഉച്ച കഴിഞ്ഞ് ഞാൻ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവാത്മാവനോട് പറഞ്ഞു, ഇതിനകത്ത് ചിലരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകന്മാരുടെ മേൽ കൊടുക്കുന്ന അഭിഷേകം, അനുഗ്രഹത്തിൻ്റെ അഭിഷേകങ്ങൾ, പ്രാർത്ഥനയുടെ അഭിഷേകങ്ങൾ, വ്യത്യസ്തമായ റിലീസ് ഇന്ന് രാത്രി ഇവിടെ ചെയ്യപ്പെടാൻ പോകുക. ഇന്ന് രാത്രി അഭിഷേകം നിന്റെ മേൽ റിലീസാകുന്നത് ഒന്ന് റിസീവ് ചെയ്യാനായിട്ട് എത്ര പേർ പറയും, ഇന്ന് എനിക്കത് വേണം, എൻ്റെ മേൽ അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇന്ന് രാത്രി. യെസ്, ആമേൻ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അത് രാജാഭിഷേകമാണ്. 1 ശമൂവേൽ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് എളുപ്പം നോക്കേ. ഇത് ചില വാക്യങ്ങൾ കുറിച്ച് കൊടുക്കാതെ ദൈവം സംസാരിക്കും. അതൊരു വെളിപ്പാടാണ്. ഇപ്പൊ ഒരു ദൈവം ഒരു വെളിപ്പാട് തരികയാണ്. 1 ശമൂവേൽ 16:1 ഒന്ന് വായിച്ചോ. അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിലെ രാജസ്ഥാനത്തിൽ നിന്ന് ഞാൻ ശൗലിനെ തള്ളിയെന്ന് അറിഞ്ഞിരിക്കെ നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും? ദൈവദാസന്മാര്, നാളെ ഇന്ത്യയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നോർത്ത് ദുഃഖിച്ചിരിക്കണ്ട. ആമേൻ. ശൗല് ചിലപ്പോൾ അവിടെ കാണാൻ സാധ്യതയുണ്ട്, ശൗല് ചിലപ്പം കാണാൻ സാധ്യതയുമില്ല. അത് നമ്മുടെ വിഷയം. ശൗല് അവിടെ ഇരിക്കുമോ ഇരിക്കത്തില്ലോ എന്നുള്ളതല്ല. വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്ക് ദൈവം തരുന്ന വെളിപ്പാട് വെരി ഇമ്പോർട്ടൻറ്റ്. പറയാണ്, നീ അതോർത്ത് ദുഃഖിക്കാതെ, നീ ഡൽഹിയുടെ കാര്യം ഓർത്തും തിരുവനന്തപുരത്തെ കാര്യം ഓർത്ത് ദുഃഖിക്കാതെ, ശമൂവേലേ, നീ കൊമ്പിനകത്ത് തൈലം നിറച്ചു. പരിഹാരം ഭരണഘടനയിലല്ല, പരിഹാരം അഭിഷേകത്തിലാണ്. എൻ്റെ കൂടെ നിൽക്കുന്ന രാത്രി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയാ, നീതിന്യായ സംഘങ്ങളും കോടതികളും പോലീസും CBI-യും ഇവിടുത്തെ കോർപ്പറേറ്റുകളും ഇവിടുത്തെ മാഫിയകളും അഴിമതികളുമല്ല, വ്യത്യസ്തമായ തലങ്ങളിലൂടെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ബ്രൗൺ ഷുഗറും ഹാഷിഷും മരിഞ്ചുവാനയും കഞ്ചാവും MDMA തുടങ്ങിയ ലഹരി മരുന്നുകൾക്ക് യൗവനക്കാർ അടിമകളാകുമ്പോൾ, പ്രണയത്തിന്റെ പേരിൽ തെരുവുകളിൽ പെട്രോൾ ഒഴിച്ച് പ്രണയിനികളെ കത്തിക്കുന്ന കാലഘട്ടത്തിൽ, സ്വന്തം അപ്പനെ തൊഴിച്ചു കൊല്ലാൻ മടിയില്ലാത്ത മക്കൾ വളരുമ്പോൾ, പോക്സോ കേസുകൾ നമ്മുടെ വർദ്ധിക്കുമ്പോൾ, ഇന്ന് രാത്രി അഭിഷക്തനോട് പറയുക, നീ അത് നോക്കി ദുഃഖിച്ചിരിക്കാതെ, ഭരണാധിപന്മാരെ നോക്കി കരയാതെ, കൊമ്പിനകത്ത് ഈ രാത്രി തൈലം നിറയ്ക്കാൻ, നിന്റെ കൊമ്പിനകത്ത് തൈലം നിറയ്ക്കാൻ. കൃപയുള്ളവർ ആരാധിച്ചെന്ന് രാത്രി തൈലം നിറച്ചവനെ ദൈവത്തിന് വേണം. ഈ രാജ്യത്തിന് തൈലം നിറച്ചവനെ വേണം. എന്റെ കൂടെ ഒന്ന് ആരാധിക്കാൻ എത്ര പേരുണ്ട്? പരിശുദ്ധാത്മാ പറയുന്നു, നിയമസഭയ്ക്കകത്ത് തൈലം നിറച്ചവൻ വരട്ടെ, നിയമസഭയ്ക്കകത്ത് തൈലം നിറച്ചവൻ വരട്ടെ, വരട്ടെ വരട്ടെ വരട്ടെ, നിയമസഭയ്ക്കകത്ത് തൈലം നിറച്ചവൻ വരട്ടെ. ഇന്ത്യൻ പാർലമെന്റിനകത്ത് അന്യഭാഷ പറയുന്നവൻ വരട്ടെ. സ്വതന്ത്രം പറ. പാസ്റ്ററെ, ഐ ലവ് യു, ഐ ലൈക്ക് യു, ഐ റെസ്പെക്ട് യു. ഇന്ത്യൻ പാർലമെന്റിനകത്ത് അന്യഭാഷ പറയുന്നവൻ വരണോ വേണ്ടായോ? വരണം. കേരള നിയമസഭയ്ക്കകത്ത് വരണോ വേണ്ടായോ? വരണം. അങ്ങനെ ഒരു ചാൻസ് വന്നാൽ ഇലക്ഷന് നിൽക്കുമോ? ആമേൻ. എന്നോട് ചോദിക്കുക, ഞാൻ നിന്നാലല്ലേ അന്യഭാഷ പറയുന്ന നിയമസഭ വരത്തുള്ളൂ. ഞാൻ നിന്നാലല്ലേ വരത്തുള്ളൂ. എപ്പം നിന്നെന്ന് ചോദിച്ചാൽ മതി. എന്താ സിബി, എപ്പം നിന്നെന്ന് ചോദിച്ചാൽ മതി. കേരളത്തിലെ ഒരു 25 മണ്ഡലം രക്ഷിക്കപ്പെട്ടവൻ വിചാരിച്ചാൽ ജയിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാ KPP-യും PPP-യും SIP-യും IAP-യും OPP എല്ലാം കൂടെ ഒരുമിച്ച് നിന്നാൽ, എൻ്റെ കൂടെ വാ, കൃപയുള്ളവർ എൻ്റെ കൂടെ വാ. പ്രാർത്ഥിക്കുന്നവർ ഒരുമിച്ച് നിന്നാൽ കേരളത്തിലെ 25 നിയമസഭാ മണ്ഡലം
ഇവിടുത്തെ മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കുന്നത്. ഇത് ഓൺലൈനിൽ പൊയ്ക്കൊണ്ടിരിക്കുക. എനിക്ക് ആവശ്യത്തിന് കേസുണ്ട്, പുതിയൊരു കേസ് വരുന്നുണ്ട്. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ, സന്തോഷത്തോടെ കർത്താവിനൊന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഞാൻ ഉറപ്പ് പറയുന്നു, വരുന്ന നാളുകളിൽ അന്യഭാഷ പറയുന്നവൻ നിയമസഭയിൽ വരട്ടെ. അഭിഷേകമുള്ള കൊമ്പിനകത്ത് തൈലം നിറച്ചവർ, അവൻ പാർലമെന്റിനകത്തിരുന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർ ഇന്ത്യയിൽ എഴുന്നേറ്റ് വരട്ടെ. ഈ സ്തോത്രം 5 ഹല്ലേലൂയ പറഞ്ഞ് നിർത്തരുത്. 2 കൈയടിച്ച് കടുക് പൊട്ടുന്ന പോലെ അവസാനിപ്പിക്കരുത്. ഈ സന്തോഷം നല്ലപോലെ ആഘോഷിക്കുക. ഇതിന് ആരാധന നല്ല പറയുന്നത്, അപ്പോസ്തലിക സഭയുടെ ആർപ്പ് വിളിയ. ഈ ജയിക്കുന്നവരെ ആരാധനയ്ക്ക് കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തി പ്രാർത്ഥിച്ച് ഈ പുള്ളിക്ക് അഭിഷേകം പ്രാപിപ്പിച്ച് അന്യഭാഷ പറയിപ്പിച്ച് എന്ന് ശരിയാക്കി എടുക്കാനാണ്. ഇനി ഒരു സംഭവം വരാൻ പോകും. സുരേഷ് പാസ്റ്ററെ പ്രാർത്ഥിച്ചോ. ഒരു പുതിയ നിയമം വരാൻ പോകുന്നു. കേരളത്തിലും വരുന്നു, ഇന്ത്യയിലും വരുന്നു. കുറ്റവാളികളായവരും പോലീസ് കേസിൽ ശിക്ഷിക്കപ്പെട്ടവരും നിയമസഭയിലേക്കോ പാർലമെന്റിലേക്കോ മത്സരിക്കാൻ പാടില്ല എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർക്കുന്ന ഒരു ഭേദഗതി വരാൻ പോവാ. അത് കഴിഞ്ഞാൽ പിന്നെ പാസ്റ്റർമാരെ കാണത്തുള്ളൂ. കൃപയുള്ളവർ സ്വതന്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക സന്തോഷത്തോടെ. അതുകൊണ്ട് ഭരണഘടനയൊക്കെ എടുത്തൊക്കെ വായിച്ചോണം. ആമേൻ. എപ്പോഴാ ചാൻസ് വരുന്നതെന്ന് അറിയത്തില്ല. എൻ്റെ കൂടെ ഒന്ന് വാ നിന്ന് രാത്രി. എൻ്റെ കൂടെ ഗ്രൗണ്ട് മുഴുവൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ നാളെ വെളിപ്പെട്ടു വരട്ടെ, വെളിപ്പെട്ടു വരട്ടെ. പ്രാർത്ഥിക്കുന്നതിന് മൂലധനമൊന്നും വേണ്ടല്ലോ, ആഗ്രഹിക്കുന്നതിന് മൂലധനം വേണ്ടല്ലോ, വിശ്വസിക്കുന്നതിന് മൂലധനമൊന്നും വേണ്ടല്ലോ. പിന്നെന്ത്? ആമേൻ. നമ്മൾ ദൈവസന്നിധിയില. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ത്യ ഒന്നും ആരും കൊണ്ടുപോകത്തില്ല. അതിനൊന്നും നിങ്ങൾ പറഞ്ഞ ഹല്ലേലൂയ എന്തുവാ ഇതൊക്കെ? ഞാൻ വല്ല ആന്ധ്രയിൽ പോവാം. സ്തോത്രം. അവിടെ എന്നാ ഹല്ലേലൂയ എന്നറിയോ? ഹല്ലേലൂയ. ഇന്ത്യ ഒന്നും എൻ്റെ റിജു ആരും കൊണ്ടുപോകത്തില്ല. നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ. എൻ്റെ കർത്താവിൻ്റെ മക്കൾക്ക് വേണ്ടി എൻ്റെ തമ്പുരാൻ ഒരുക്കി വെച്ചത് ലോകത്തിൽ ഒരു ശാക്തിക്കും എൻ്റെ തമ്പുരാൻ കൊടുക്കത്തില്ലെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി കരവടിച്ച് ആത്മശക്തിയോട് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ഇവൾ സ്വച്ഛ ജഡമാംസി തൈലം പൊട്ടിച്ച് തലയിലൊഴിച്ചു. അവിടെ നമ്മൾ വന്നത്. അതുകൊണ്ട് പറഞ്ഞു, ശമൂവേലേ കൊമ്പിനകത്ത് തൈലം നിറച്ചോളാൻ പറഞ്ഞു. വാക്യങ്ങൾ നിങ്ങൾ അതിന്റെ 16:4 മറ്റോ ഉണ്ട്, വായിച്ചു നോക്കിയേ. യഹോവ കൽപ്പിച്ചതുപോലെ ശമൂവേൽ പുറപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ, അത് വായിക്കുക ദേവദാസി. ആമേൻ. ശമൂവേൽ പുറപ്പെട്ടു. 3-4 ശമൂവേൽ പുറപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ 3-4 ആമേൻ. മൂപ്പന്മാർ, എനിക്ക് വാക്യം അറിയാം, എന്നാലും ഒന്ന് വായിച്ചു കേൾപ്പിക്കാനാ. 16:3-4 എവിടെയോ കിടപ്പുണ്ട്. 3 4 നോക്ക്. ആമേൻ. ബേത്ലഹേമിലെ മൂപ്പന്മാർ യഹോവ കൽപ്പിച്ചതുപോലെ ശമൂവേൽ ചെയ്തു. ബേത്ലഹേമിൽ ചെന്ന് പട്ടണത്തിലെ മൂപ്പന്മാർ അവന്റെ വരവെങ്കിൽ വിറച്ചുകൊണ്ട്. മതി. ആമേൻ. തീ വീണവൻ ഇറങ്ങിയാൽ, അഭിഷേകമുള്ളവൻ ഇറങ്ങിയാൽ, കൊമ്പിനകത്ത് തൈലം നിറച്ചവൻ ഇറങ്ങിയാൽ നമ്മുടെ കുറെ മൂപ്പന്മാര് വിറയ്ക്കും. കൃപയുള്ളവർ എൻ്റെ കൂടെ വന്നാട്ടെ, കൃപയുള്ളവർ കൂടെ വന്നാട്ടെ. ഹല്ലേലൂയ. ആമേ. യൗവനക്കാർ അഭിഷേകത്തിൽ നിറഞ്ഞിറങ്ങട്ടെ. മൂപ്പന്മാരൊന്ന് വിറയ്ക്കട്ടെ, മൂപ്പന്മാരൊന്ന് വിറയ്ക്കട്ടെ. ഒരു പുതിയ തലമുറ എഴുന്നേൽക്കട്ടെ, ഒരു പുതിയ തലമുറ, ഒരു ജോഷുവ ജനറേഷൻ എഴുന്നേറ്റ് വരട്ടെ. മൂപ്പന്മാർ ഞങ്ങളാണ് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെന്നും ചെന്ന് പറഞ്ഞില്ലേ ഡൽഹിയിൽ? അവരല്ല. ആ മീശയും പഠിച്ച് നടക്കുന്ന അവരല്ല.
ഞങ്ങളാ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞവർ. ആമേൻ. അവരെ തോൽപ്പിക്കാൻ ഈ ഒച്ച വെച്ചുള്ള കല്ലേലിയോ ഒന്നും അല്ല വേണ്ടത്. ഈയിടെ ഒരു പുള്ളി എന്നോട് പറയാ, ആ പുള്ളിയുടെ അന്യഭാഷ കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, എന്നാ പുറത്ത് കഥ കേട്ടാ പേടിച്ചു പോകുന്നു. ഞാൻ പകൽ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു, പേടിപ്പിക്കുന്ന അന്യഭാഷ അല്ല വേണ്ടത്, പിശാചിനെ തോൽപ്പിക്കുന്ന അന്യഭാഷ. യൗവനക്കാരോട്, കുഞ്ഞുങ്ങളോട്, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ പറയാം, നിന്റെ തലയിൽ തൈലം വീണാൽ, നീ അഭിഷേകത്തിനകത്ത് നിറഞ്ഞാൽ നിന്റെ ഗ്രാമം നിന്നെ കണ്ട വിറയ്ക്കും. അവൻ നീ സാധനം മേടിക്കാൻ പോകുന്ന സൂപ്പർ മാർക്കറ്റ്, അതിനകത്ത് ഭൂതങ്ങൾ ഇളകാൻ തുടങ്ങും. നിന്റെ കോളേജിനകത്ത് ഭൂതങ്ങൾ ഇളകാൻ തുടങ്ങുമോ? നീ നടന്നു പോകുന്ന നിന്റെ ഓഫീസിനകത്ത് ദൈവശക്തി ആവരിക്കും. വിശ്വസിക്കുന്നവരുടെ ആർപ്പുവിളിയോ, വിശ്വസിക്കുന്നവർ ആർപ്പുവിളി ഇന്ന് രാത്രി അവർ കല്ലിയൂർ ഗ്രൗണ്ടിനെ പ്രകമ്പനം കൊള്ളിപ്പിക്കുന്ന, കല്ലിയൂർ ഗ്രൗണ്ടിനെ പ്രകമ്പനം കൊള്ളിപ്പിക്കുന്ന ആത്മാവിന്റെ ആർപ്പുവിളി ഇന്ന് രാത്രി ഉയരുമ്പോൾ യേശുവിന്റെ സോറി, ഞാൻ അന്ന് പറഞ്ഞു നിർത്തിക്കോട്ടെ. അടുത്തൊരു കാര്യം, ഒറ്റ ദൂത് മാത്രം, ശമൂവേലിൻ്റെ ഒറ്റ ദൂത് കൂടെ, അത് സൂപ്പർ ദൂതാണ്, നിങ്ങളുടെ ആയുസ് മറക്കാത്തൊരു ദൂതാ. ഏലിയാബ്, അബീനാദാബ്, ശമ്മ, ഷായുടെ മക്കളെ 7 മക്കളെ കൊണ്ടുവരാൻ പറഞ്ഞു. 7 പേരെ കൊണ്ടുവന്നപ്പോൾ ശമൂവേലിനോട് യഹോവ പറഞ്ഞു, ഇവരെ ആരെയും യഹോവ തിരഞ്ഞെടുത്തിട്ടില്ല, ഇനി ആരെങ്കിലും ഉണ്ടോ? കേന്ദ്രവും തള്ളി, സംസ്ഥാനവും തള്ളി, OBCയിലും വേണ്ട, സംവരണത്തിനകത്തും ഇല്ല, എല്ലായിടത്തു നിന്നും തള്ളിയ ഒരു ചെറിയ പീസ് ബൈബിളും കൊണ്ട് നടക്കുന്നവർ ഇന്ത്യയിലുണ്ട്. തമ്പുരാൻ പറഞ്ഞു, അവരെ വിളിക്ക്, അവൻ്റെ തലയിലാണ് ഈ തൈലം. അവൻ പാർശ്വവൽക്കരിക്കപ്പെടുന്നവർ, അവൻ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നവർ, ഒറ്റപ്പെടുന്നവർ, എല്ലാവരും തള്ളിക്കളഞ്ഞവർ, വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ട എന്ന് പറഞ്ഞതിനെ ഒറ്റപ്പെടുത്തിയവർ, ഇന്ന് രാത്രികാലം ഈ ദൂത് അങ്ങോട്ട് തലേ കൈവച്ച് ഏറ്റെടുത്തോ. നിന്റെ മേലാണ് തൈലത്തിന്റെ കൊമ്പ് എന്റെ തമ്പുരാൻ ഒഴിക്കാൻ പോകുന്നത്. ഇന്ന് രാത്രി നിന്റെ മേൽ അഭിഷേകം വീഴുകയാ. ഒറ്റപ്പെട്ടവരെ, ആർക്കും വേണ്ടാത്തവരെ, എല്ലാവരും ഉപേക്ഷിച്ചവരെ, എല്ലാവരും തള്ളിക്കളഞ്ഞവരെ, നിന്ന കേട്ടവരെ, അപമാനിക്കപ്പെട്ടവരെ, അപവാദ കഥകൾ കേട്ടവരെ, ദൈവാത്മാവ് പറയുന്നു, നിന്നെയാണ് എന്റെ ദൈവത്തിന് ഇഷ്ടം, നിന്നെയാണ് എന്റെ ദൈവത്തിന് വേണ്ടത്, നിന്നെയാണ് ദൈവം അഭിഷേകം ചെയ്യുന്നത്, നിന്നെയാണ് ദൈവം ഉപയോഗിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എഴുന്നേറ്റ് നിന്ന് എഴുത്തു മേടിച്ചവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. തമ്പുരാൻ തന്ന അടുത്തയച്ച ആ ദൂത് എഴുന്നേറ്റ് നിന്ന് വാങ്ങിയവർക്കായി സ്തോത്രം. കർത്താവ് പറയുന്ന ദൂതുകൾ അത് സ്വീകരിക്കുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുകയാ. കർത്താവ് തന്നത് ഇന്ന് രാത്രി ഏറ്റെടുക്കുന്നവർക്കായി, അതെനിക്ക് വേണമെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്നവർക്കായി, അത് എന്റേതാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്നവർക്കായി, അത് മറ്റാർക്ക് ഞാൻ കൊടുക്കില്ല, അത് എന്റെ ദൂതാണ്, അത് ദൈവം എനിക്ക് തന്നതാ എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്നവർക്കായി സ്തോത്രം. ശിമോനെ, ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ തലയ്ക്ക് എണ്ണ തന്നില്ല, നീ എനിക്ക് കുടിപ്പാൻ തന്നില്ല, നീ എൻ്റെ കാല് വെള്ളം കൊണ്ട് കഴുകിയില്ല, നീ എൻ്റെ കാല് തുടച്ചില്ല. എന്നാൽ ഇവളോ ആരും അറിയപ്പെടാത്തവൾ, എല്ലാവരും തള്ളിക്കളഞ്ഞവൾ,
ലോകം ഒരുപക്ഷെ നിന്ദിച്ചവൾ, അപവാദങ്ങൾ കേട്ടവൾ, അവൾ കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ടാണ് ഇതിനകത്ത് വന്നതെങ്കിലും ഇന്ന് രാത്രി അവളുടെ ഹൃദയമാകുന്ന ആ സ്വച്ഛ ജഡമാംസ തൈലത്തിന്റെ ആ വെങ്കൽ ഭരണി പൊട്ടിയില്ലേ? ഒന്ന്, നാർദു പിസ്തിക്കോസ് എന്ന മാലിന്യമില്ലാത്ത, കലർപ്പില്ലാത്ത, വേണ്ടാത്തത് ചേർക്കാത്ത തൈലം യേശുവിൻ്റെ തലയിലൊഴിച്ച വിശ്വസ്തയായ ആ മറിയ. രണ്ട്, സ്വന്തമായി തൈലവുമില്ല, തൈലം മേടിക്കാൻ കാശുമില്ല, ആരെങ്കിലും തൈലം ഒഴിച്ചാൽ അത് മുഴുവൻ യൂട്യൂബിനകത്തിട്ട് വിമർശിച്ച് ഇത് വിറ്റാൽ ഇന്നത് കിട്ടിയാനെ, ഇവർക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്ന യൂദായുടെ ശിഷ്യന്മാർ. കുഞ്ഞേ, ഈ പാവപ്പെട്ട ഞങ്ങൾ പറയുന്ന അന്യഭാഷ എടുത്ത് നീ കളിയാക്കി പരിഹസിച്ച് അതിനൊക്കെ അതും ഇതൊക്കെ പറഞ്ഞ് നീ യൂട്യൂബിലിട്ടാലും, നീ ഞങ്ങളെല്ലാം എന്തെല്ലാം അനാവശ്യം പറഞ്ഞാലും നിന്റെ പേര് കേസ് കൊടുക്കാൻ ഞങ്ങൾ വരുത്തില്ല. നിന്നെ തല്ലാനും അടിക്കാനും നിന്നെ ഭീഷണിപ്പെടുത്താനും ഞങ്ങൾ വരുത്തില്ല. പക്ഷെ ഇത് ചെയ്യുന്ന നീ നിന്റെ വീട്ടിൽ വളർന്നു വരുന്ന മക്കളുടെ മുഖത്തൊന്ന് നോക്കിയോ, നാളെ അവരിത് കൊയ്യും. അഭിഷക്തന്മാരെ വേദനിപ്പിച്ചില്ലേ, നിന്റെ തലമുറ കൊയ്യും. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ, പറയാത്ത വാക്കിന്റെ പേരിൽ, ചെയ്യാത്ത കാര്യത്തിന്റെ പേരിൽ തെരുവുകളിൽ ദൈവമക്കൾ അപമാനിക്കപ്പെടുമ്പോൾ അവർ നിശബ്ദരായിരിക്കുന്നത് അവർക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, എന്റെ തമ്പുരാന്റെ കൃപ അവരുടെ മേലുള്ളത് കൊണ്ട് അവർ മിണ്ടാതിരിക്കുകയാ. പക്ഷേ ഞങ്ങളുടെ ആരാധന ഞായറാഴ്ചയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. ഞായറാഴ്ചയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അപമാനം ഉണ്ടാകുന്നത്. ഞായറാഴ്ച ഇവിടുത്തെ കോടതി അവധിയാ, അല്ലേ ഞങ്ങൾ കേസ് കൊടുത്തേനെ. ഞായറാഴ്ചയാണ് നമുക്ക് പ്രശ്നം. നമ്മുടെ ആരാധന ഞായറാഴ്ച കോടതി അവധിയാ, അതുകൊണ്ടാണ് ഞങ്ങൾ കേസും കൊണ്ട് വരാത്തേ. പക്ഷെ കുറിച്ചിട്ടോ ഞായറാഴ്ച തുറന്ന് പ്രവർത്തിക്കുന്നൊരു കോടതിയുണ്ട്, ഞായറാഴ്ച അടയ്ക്കാത്തൊരു കോടതി. ആ കോടതിയിലാണ് ഞങ്ങളുടെ കേസ് മുഴുവൻ കൊടുത്തിരിക്കുന്നത്, ആ കോടതിയിലാണ് ഞങ്ങൾ ഫയൽ ചെയ്തിരിക്കുന്നത്, ആ കോടതിയിലാണ് ഞങ്ങളുടെ കണ്ണുനീര് മുഴുവൻ ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. അവിടെ സ്തോത്രം പറഞ്ഞ ദൈവത്തെ സ്തുതിച്ചു. ഒന്ന്, നാർദു പിസ്തിക്കോസ് എന്ന കലർപ്പില്ലാത്ത, മാലിന്യമില്ലാത്ത തൈലവും കൊണ്ടുവന്നവർ. രണ്ട്, തൈലത്തിന് വില പറഞ്ഞ് വിമർശിക്കുന്ന യൂദ. മൂന്ന്, എന്താ ചെയ്യേണ്ടതെന്നറിയാതെ പോയ ശീമോൻ. നാല്, എല്ലാം ഭംഗിയായി ചെയ്യാൻ അറിയാവുന്ന യേശു. ഇത് നാലും കൂടെ കൂടുന്നതാണ് ഈ ലോകം. സ്തോത്രം പറഞ്ഞാട്ടെ. സമയമില്ല എനിക്ക്. ഇന്ന് രാത്രി 11:30 ആശീർവാദം പറയണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അല്പം വേഗത്തിൽ പോവുകയാണ്. തേനീച്ച കുത്തിയ പോലെ അങ്ങ് വീർത്തല്ലോ മുഖമെല്ലാം കൂടെ. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. വിഷമിക്കണ്ട, കൃത്യസമയത്ത് നിർത്താം. അകൃത്യം എന്ന് പറയുന്നത് എപ്പോഴാണെന്നാണ് എനിക്കറിയാത്തത്. അത്ര മാത്രമേ ഉള്ളൂ. സ്തോത്രം പറഞ്ഞാട്ടെ. അമേൻ. വേറൊരു ശീമോനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. യേശുവിനെ കൈയകലത്തിൽ കിട്ടിയിട്ടും, തൻ്റെ വീടിൻ്റെ ഡൈനിങ് ടേബിളിൽ യേശുവിനെ കിട്ടിയിട്ടും അനുഗ്രഹം പ്രാപിക്കാൻ അറിയാതെ പോയ പൂമേടയിലെ ശീമോനും. എന്നാൽ കൈ നീട്ടിയാൽ തൊടാൻ പറ്റാത്ത ദൂരത്തിൽ മുകളിൽ കുരിശിൻ്റെ അങ്ങേയറ്റത്ത് യേശുവും, പിൻപിൽ ആ കുരിശിൻ്റെ പിൻപുറത്ത് ആ കുരിശൊന്ന് പൊക്കിപ്പിടിക്കാൻ അവസരം ലഭിച്ച കുറേനക്കാരനായ ശീമോൻ. ആമേൻ, ഹല്ലേലൂയ. ഓർത്തഡോക്സ് യഹൂദ മതത്തിൻ്റെ സിംഹമായ
അവൻ 10,000 അതിശ്രേഷ്ഠനായ മുഖത്തുനിന്ന് രക്തം തൊട്ടെടുക്കാവുന്ന കളറുള്ള അവൻ സുന്ദരങ്ങളിൽ സുന്ദരനായ ക്രിസ്തു കുരിശിന്റെ അങ്ങേറ്റത്ത് പിടിച്ചപ്പോൾ അവൻ ഉത്തര ആഫ്രിക്കയിൽ ഹല്ലേലൂയ അവൻ സ്തോത്രം ഒരു കറുത്ത യഹൂദനായ ആർക്കും വേണ്ടാത്ത വയലിൽ നിന്ന് കയറി വന്ന് അഴുക്ക് പിടിച്ചവനെ കുരിശിന്റെ പുറകുവശത്ത് പിടിക്കാൻ പറഞ്ഞത് മുകളിൽ വെളുത്തവനും പുറകിൽ കറുത്തവനെ ഒരേ കുരിശിന്റെ രണ്ടറ്റത്തും പിടിപ്പിച്ച ലോകത്തിൽ യേശുവിനെ അപമാനിക്കാൻ നോക്കിയ നീ എന്താ വിചാരിച്ചേ? 10,000 അതിശ്രേഷ്ഠനും സർവാംഗ സുന്ദരനുമായ ക്രിസ്തു കുരിശിന്റെ അങ്ങേയറ്റത്തും തൊലി കറുത്ത ആഫ്രിക്കക്കാരനായ കറുത്ത യഹൂദൻ കുരിശിന്റെ അങ്ങേയറ്റത്തും 2 നിറമുള്ളവനെ പിടിപ്പിച്ചാൽ യേശു അപമാനിക്കപ്പെടുമെന്ന് വിചാരിച്ചു. ആമേൻ. എൻ്റെ കർത്താവ് എന്താ ചെയ്തതെന്നറിയാമോ? യേശുവിൻ്റെ മുറിവിനകത്തോട്ട് കുരിശിറങ്ങിയപ്പോൾ ആ കുരിശ് ഇങ്ങനെ വെച്ച് കാണിക്കേണ്ടതാ. ഈ തോളിൽ കുരിശ് വെച്ചോണ്ട് യേശു കാലമിലോട്ട് കയറുമ്പോൾ ഉഴവുചാല് പോലെ കീറി മുറിക്കപ്പെട്ട യേശുവിൻ്റെ ശരീരത്തിലെ മുറിവിനകത്തോട്ട് കുരിശിൻ്റെ എഡ്ജ് അതിങ്ങോട്ട് ഇറങ്ങിയിട്ട് അതിനകത്തോടെ രക്തമൊലിച്ചിട്ട് കുരിശെന്ന പാലം വഴി ഇതാ ആ ശീമോന്റെ ദേഹത്തേക്ക് ഒഴുകി ഇറങ്ങാൻ തുടങ്ങി. നിന്റെ മേൽ കുരിശിൽ നിന്ന് രക്തമിറങ്ങുമ്പോൾ കുരിശൊരു പാലമായി മാറുകയാ. ഇന്ന് രാത്രി കുരിശൊരു പാലമായി മാറുമ്പോൾ ആർക്കും വേണ്ടാത്ത ശീമോൻ യേശുവിന്റെ രക്തത്തിനകത്ത് കഴുകപ്പെടുന്ന രാത്രിയാണ് ഈ രാത്രി. അസാധാരണമായ ദൈവങ്ങളുടെ മാനസാന്തരങ്ങൾ നടക്കട്ടെ ഇന്ന് രാത്രി. യേശുവിന്റെ കുരിശ് നിനക്കൊരു പാലമായി മാറട്ടെ. അതിലൂടെ ഒഴുകുന്ന രക്തം ഇന്ന് രാത്രി നിന്റെ മേൽ വീഴട്ടെ. കല്ലിയൂർ ദേശത്ത് ഈ രാത്രി മാനസാന്തരപ്പെടാത്തവർ ഇന്ന് രാത്രി രക്തത്താൽ കഴുകൽ പ്രാപിക്കാൻ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ലോകം പിടിച്ചടക്കി ശീമോൻ. ഒരു ദിവസം മുഴുവൻ യേശു വീട്ടിലുണ്ടായിട്ടും എന്ത് ചെയ്യണമെന്ന് അറിയാതെ പോയി ഭൂമിയുടെ ശീമോൻ. സ്വത്രം പറ. തമ്പുരാൻ നിന്നെ വിട്ടോ? ആരെങ്കിലും യേശുവിനെ വിട്ടോ? യേശു എന്തിയാന്ന് പറ. യേശു എന്തിയാന്ന് പറ. മറന്നുപോയി. യേശു എന്തിയാന്ന് പറ. പിടിച്ചിട്ടുണ്ട്. വാച്ച നോക്കുന്നില്ലല്ലോ അല്ലേ? സ്വത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. യേശു നമ്മുടെ കൂടെയുണ്ട്. യേശുവിൻ്റെ സാന്നിധ്യം ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. അസാധാരണമായി ദൈവകൃപ ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. അർപ്പജാമനാസിയ അവൻ കർത്തർ சொல்லுகிறார், பாலக்காட்டில் வருகிற நாட்கள் ஒரு எழுப்புதல் நடக்க போகுது. தேவனுடைய வல்லமை பாலக்காட்டில் இறங்கி தேவ கிருபையினால் நிரம்பப்பட்டு அவன் ஆவியின் நெருப்பினால ஆயிரக்கணக்கான ஜனங்கள் இயேசுவுக்குள்ள வரும்படியாக அப்போஸ்தலிக சபையினுடைய பாலக்காட்டில் அந்த ஒரு இடத்துல வாழ்ப்பாறையில் மட்டுமல்ல இன்னும் சில இடங்களில் சபைகள் எழும்பும்படியாக உங்களை அந்த தேசத்துக்கு ஒரு நடுவில் நிற்கிற அப்போஸ்தலனாக கர்த்தர் மாற்ற போகிறதை நினைத்து ஆவியில நிரம்பி இந்த தூது அப்படியே ஏற்றெடுங்க. அப்படியே இதை எடுத்துக்கோங்க. கர்த்தர் சொல்லுகிற வார்த்தையை தீர்க்க தரிசனமாக கர்த்தர் உங்களை தொடுகிறார் இன்னைக்கு ராத்திரி. പാലക്കാടിനപ്പുറത്ത് തമിഴ്നാടിന്റെ ബോർഡറിൽ നിന്ന് വന്ന ഒരു അഭിഷേകത്തിനോട് ഒരു ദൂത് പറഞ്ഞതാ. സ്വത്രം പറഞ്ഞ ദൈവത്തെ സൂചിച്ചാട്ടെ, കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സൂചിച്ചാട്ടെ, നന്ദിയോടെ കർത്താവിനെ വാഴ്ത്തിയാട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രി എല്ലാം പറയാൻ സമയമില്ല. കുരിശെന്ന് വിടാൻ യഹൂദന്മാർ പറഞ്ഞിട്ട് നിർബന്ധിച്ച് പിടിപ്പിച്ചതാ. ആമേൻ. കുരിശെ കൊണ്ട് ഒഴുകിയിറങ്ങിയ രക്തം തൻ്റെ ശരീരം മുഴുവൻ പടർന്നു കഴിഞ്ഞു. ആമേൻ. ഇതൊന്നും താൻ ശ്രദ്ധിച്ചില്ല. തനിക്ക് എങ്ങനെങ്കിലും കുരിശെന്ന് വിടണം, വീട്ടിൽ പോകണം. അല്പം കഴിഞ്ഞപ്പോൾ പട്ടാളക്കാരെ പറഞ്ഞു, കുരിശെ വിട്ട് നീ വിട്ടോ. കാൽവറിയിലെത്തി യേശുവിനെ കുരിശെ തറയ്ക്കാൻ പോവാ. ശീമോനോട് പറഞ്ഞു, കുറേനക്കാരെ ശീമോനോട് പറഞ്ഞു, വിട്ടേച്ച് പോക്കോ. ഒറ്റ ഓട്ടമാണ് അവൻ. ഓടി വീട്ടിൽ ചെന്ന് കയറി. കതവ് തുറന്ന ഭാര്യ ഞെട്ടിപ്പോയി. ദേഹമാസകൾ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്നതിന്റെ ഭർത്താവിനെ കണ്ട് എന്നെ അല്ലറിക്കൊണ്ട് കെട്ടിപ്പിടിച്ചു. ആ രക്തം അവളുടെ മേൽ പതിഞ്ഞു. ഓ
കൃപയുള്ളവർ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആ രക്തം അവളുടെ മേൽ പതിഞ്ഞു. ഈ ശബ്ദം കേട്ട് ഉണർന്നു വന്ന രണ്ട് മക്കൾ, ഒരുത്തന്റെ പേര് അലക്സാണ്ടർ, മറ്റവന്റെ പേര് രൂഫോസ്. അമ്മയും അപ്പനും അലർന്ന് ഒച്ച കേട്ട് രക്തം പുരണ്ട ശരീരം കണ്ട് ഒരുത്തൻ കയറി അമ്മയും പിടിച്ചു, മറ്റവൻ അപ്പനെയും പിടിച്ചു. അവർ രണ്ട് ക്രിസ്തുവിൽ പ്രസിദ്ധരായി മാറി. ഇന്ന് രാത്രികാലം എന്റെ തമ്പുരാന്റെ കുരിശിൽ രക്തം ചുമക്കാൻ ഒരവസരം കിട്ടിയപ്പോൾ ആ ശീമോന്റെ ഭാര്യയും ആ കുടുംബവും മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി വേർതിരിഞ്ഞതുപോലെ ഇന്ന് രാത്രി നിന്റെ തലമുറ, നിന്റെ കുടുംബത്തിൽ അലക്സാണ്ടർമാർ, നിന്റെ മക്കളായ രൂഫോസുമാർ എല്ലാവരും പെൺകുഞ്ഞുങ്ങളോ ആൺകുഞ്ഞുങ്ങളാകട്ടെ, അവരെല്ലാം ക്രിസ്തുവിനാൽ, ക്രിസ്തുവിന്റെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. സമയമില്ല. ആഭിചാരകനായ ശിമോൻ അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്. തോൽക്കൊല്ലനായ ശിമോൻ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലുണ്ട്. ഹല്ലേലൂയ. കൊർന്നല്യോസിന് ശിമോനെ അറിയില്ല, ശിമോന് കൊർന്നല്യോസിന് അറിയില്ല. തോൽക്കൊല്ലനായ ശിമോന് പത്രോസ് എന്ന മറുപേരുള്ള ശിമോനെ അറിയില്ല, പത്രോസ് എന്ന മറുപേരുള്ള ശിമോന് തോൽക്കൊല്ലനായ ശിമോന്. നമ്മൾ ആരെ അറിയണ്ടെന്ന് ഇതിൻ്റെ ഇടയ്ക്കിറങ്ങാൻ ദൂതനുണ്ടല്ലോ. കൃപയുള്ളവർ സ്തോത്രം പറഞ്ഞു തുടങ്ങിയാട്ടെ. നിങ്ങൾക്ക് അത് ദൈവാത്മാവിനോട് പറയുന്നു. ചില ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ സഭയ്ക്ക് വരാൻ പോകുന്നു. ചില ആവശ്യങ്ങളിൽ എന്തു ചെയ്യണമെന്ന് ഒരു സെക്രട്ടറി എന്ന നിലയ്ക്ക് മനസ്സിനകത്ത് ഒരു പ്രാർത്ഥനാ വിഷയം കിടപ്പുണ്ടെന്ന് ദൈവാത്മാവനോട് പറയുന്നു. തമ്പുരാൻ ചില വഴികൾ തുറക്കാൻ പോകുക. ചില യാത്രകൾ, ചില വഴികൾ, ചില അത്ഭുതങ്ങൾ, അവൻ ചില സാമ്പത്തിക ബ്രേക്ക് ത്രൂകൾ ഉണ്ടാകാൻ പോകുക. കൃപയുള്ളവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്കായി ഒരാമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുക. ഹല്ലേലൂയ. ആമേൻ. മൂന്നാമത്തെ ശിമോൻ ഗന്നസരത്തിലെ ശിമോൻ. ആമേൻ. പത്രോസ് എന്ന ശിമോൻ. ശിമോൻ എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഞാൻ ശിമോൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഫ്രഞ്ച് ഭാഷയിൽ, ജർമ്മൻ ഭാഷയിൽ, ലാറ്റിൻ ഭാഷയിലൊക്കെ പഠിച്ചു. അരാമിക് നാട്ടുകാർ പറയുന്ന നാട്ടിൽ, അതായത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജിൽ ശിമോൻ എന്ന വാക്കിന് ഞാങ്ങണ എന്നൊരർത്ഥമുണ്ട്. അമ്മേ, അത് നാട്ടുഭാഷയാണ്. ഞാങ്ങണ എന്നൊരർത്ഥം, റീഡ്. അമ്മേൻ. നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമുക്ക് ഞാങ്ങണ എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. ഒരുതരം പുല്ല്, വെള്ളത്തിനകത്തേക്കുന്ന പുല്ല്. അത് കാറ്റ് വന്നാൽ ആടും. പറഞ്ഞത് കാറ്റ് വന്നാൽ ആടും. ഇത് കർത്താവിന് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു, നീ ഇനി പുല്ലല്ല, നീ ഇനി കല്ലാണ്. അതാ പത്രോസ് എന്ന് പറഞ്ഞാൽ കാറ്റ് വന്നാൽ ആടില്ല, കാറ്റത്താടില്ല. സ്തോത്രം. നിങ്ങൾ കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ. ഒരുപാട് പരിമിതികളുള്ള ആളായിരുന്നു മൂന്നാമത്തെ ശിമോൻ. ഒരുപാട് പരിമിതികൾ. സ്തോത്രം പറഞ്ഞാട്ടെ. എനിക്കെല്ലാം ഒന്നും പ്രസംഗിക്കാൻ സമയം പോരാ. ഒന്ന്, നിന്റെ പുറകിനിറങ്ങിയാൽ എന്ത് കിട്ടുമെന്ന് യേശുവിനോട് ചോദിച്ച ആളാണ് ശിമോൻ. രണ്ട്, യേശുവിനെ തള്ളിപ്പറഞ്ഞ ആളാണ് ശിമോൻ. നല്ല തീ കണ്ടാൽ കയറിയിരുന്ന് കായുന്ന മനുഷ്യനാണ് ശിമോൻ. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തെ, ആമേൻ, സ്തോത്രം. ഇനി യേശുവിനെ പഠിക്കുക. പിശാച് ചോദിച്ചിട്ട് പിശാചിന് യേശു ശിമോനെ വിട്ടുകൊടുത്തില്ല. ഓതമ്പ് പാറ്റുന്ന പോലെ പാറ്റാൻ ചോദിച്ചു, കൊടുത്തില്ല. കാരണം ശിമോന്റെ പരിമിതികൾ യേശുവിനറിയാം. ആമേൻ. പഴയ നിയമത്തിനകത്ത് ഇയ്യോബിനെ വിട്ടുകൊടുക്കുന്നുണ്ട് പിശാചിന്. കാരണം ദൈവത്തിനറിയാം ഇയ്യോബിനെ വിട്ടുകൊടുത്താൽ ഒരു ചുക്ക് നടക്കുകയില്ലെന്ന്. പക്ഷെ ശിമോന് കൊടുത്തില്ല. ഇത്രയും പരിമിതികളുള്ള ശിമോൻ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളെപ്പോലെ തന്നെ ഒരുപാട് പരിമിതികളുള്ള ആളാണ് ആര്? ശിമോൻ. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, വെരി ഇമ്പോർട്ടൻറ്റ്. എന്നാൽ യേശുവിൻ്റെ മാറിൽ ചാരി കിടക്കുന്നവനാണ് യോഹന്നാൻ. ആമേൻ. 24 മണിക്കൂർ അന്യഭാഷ. എപ്പോൾ നോക്കിയാലും യേശുവിൻ്റെ മാറിൽ. സ്വോത്രകാഴ്ചയുടെ ബക്കറ്റ് പോലും എടുക്കാൻ പുള്ളിയെ കിട്ടുകയില്ല. അന്നേരം പുള്ളി യേശുവിൻ്റെ മാറില്ല. ആമേൻ. പോസ്റ്ററിനെ പശു ഒട്ടിക്കാൻ യോഹന്നാനെ പ്രതീക്ഷിക്കേണ്ട. യോഹന്നാൻ യേശുവിൻ്റെ മാറിലാണ് ഫുൾ ടൈം. എൻ്റെ ചോദ്യം, എപ്പോഴും മാറിൽ ചാരി കിടന്ന് അന്യഭാഷ പറയുന്നത് യോഹന്നാനാണോ നിങ്ങൾക്കിഷ്ടം? എടുത്തുചാട്ടക്കാരനും യേശുവിനെ തള്ളിപ്പറഞ്ഞ, വാളെടുത്ത് യേശുവിൻ്റെ അടുക്കൽ വന്ന പടയാളിയെ വെട്ടിയ പത്രോസിനെയാണോ നിങ്ങൾക്കിഷ്ടം? ഉത്തരം, ഞങ്ങൾക്ക് യോഹന്നാനാണ് ഇഷ്ടം.
എന്നാൽ നിങ്ങൾക്കെല്ലാവർക്കും തെറ്റാൻ പോവാ. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാൻ യേശു പറഞ്ഞത് അന്യഭാഷ പറഞ്ഞ യോഹന്നാനോടല്ല, എടുത്തുചാട്ടക്കാരനാണെങ്കിലും സഭയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കൃപയുള്ളവൻ പത്രോസ് ആയതുകൊണ്ട് വാ 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 വാ. ഇന്ന് രാത്രികാലം അവൻ നീ വർത്തമാനം പറഞ്ഞാലേ തെറ്റ് വരുമെന്ന് മനസ്സിലാകത്തുള്ളൂ. പ്രസംഗിക്കാത്തവന് തെറ്റുണ്ടെന്ന് എങ്ങനെ അറിയാം? പാട്ട് പാടുമ്പോഴല്ലേ അറിയത്തുള്ളൂ സ്വരം അങ്ങനെ ഉണ്ടെന്ന്. പാടാത്തവന്റെ സ്വരം ആർക്കറിയാം? ഇന്ന് രാത്രി എന്റെ കർത്താവ് ഇന്ന് രാത്രി പറയാ, പത്രോസിന്റെ ജീവിതത്തിൽ കുറവുണ്ട്, പത്രോസിന്റെ ജീവിതത്തിൽ പരിമിതികളുണ്ട്. എന്നാൽ അവൻ പൊട്ടിക്കരയുന്നവനാണ്, അവൻ ഏറ്റുപറയുന്നവനാണ്, അവൻ സമ്മതിക്കുന്നവനാണ്. ഇന്ന് രാത്രിക്കാലം അവൻ പ്രവർത്തിക്കുന്നവനാണ്, ഏതിനും മുൻപിൽ നിൽക്കുന്നവനാണ്. യേശു കടലിന്റെ മീതെ നടന്നു വരുന്നു. 12 പേര് പടകിലിരിക്കുക. പത്രോസ് ആ പടകിൽ എഴുന്നേറ്റ് നിന്നു. ബാക്കി 11 പേര് ഇരിക്കുക. പത്രോസ് എഴുന്നേറ്റ് ചോദിച്ചു, ജീസസ് shall I come? ഞാൻ വരട്ടെ? ബാക്കി 11 പേരോടും പത്രോസ് പറഞ്ഞില്ല, ഞാൻ ഇറങ്ങാം കേട്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടായ 9446183411 വിളിച്ചു പറയണം എന്നൊന്നും പറഞ്ഞാൽ ചെല്ല പുള്ളി ഇറങ്ങിയ. ഇവിടെ 944 ഇല്ല, 644 ഇല്ല. മുങ്ങി വന്നാ വന്ന്. വാ എൻ്റെ കൂടെ കൃപയുള്ളവർ വാ. ഇന്ന് രാത്രി ജീവനെ കളയുന്നവൻ അതിനെ നേടും. ആമേൻ ആമേൻ. ദേഹത്തെ ആമേൻ സംരക്ഷിക്കാൻ നോക്കുന്നവൻ ഇന്ന് രാത്രി രക്ഷപ്പെടുകയില്ല. ഹല്ലേലൂയ. നമ്മുടെ വിഷയമെന്ന് പറഞ്ഞ ദേഹ സംരക്ഷണമല്ല, ആത്മാവിന് വില കൊടുക്കുന്നവനായി മാറാ. കൃപ 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 കൃപ. ഇതിനകത്ത് കൃപ കത്തട്ടെ, ഇതിനകത്ത് കൃപയിൽ നിറയട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്വത്രം. ദൈവത്തെ സ്തുതിച്ചാട്ടെ, കർത്താവിനെ സ്തുതിച്ചാട്ടെ, കർത്താവിനെ സ്തുതിച്ചാട്ടെ, കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഞാൻ മുമ്പോട്ട് പോവാം. ഒറ്റ വിഷയം, എനിക്ക് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങണം. ഞാൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ പോവാണ്, പ്രാർത്ഥിക്കാൻ പോവാണ്. സ്തോത്രം. അതിന് ഒറ്റ ദൂത് പറഞ്ഞിട്ട് ഇറങ്ങാൻ പോവാ. നമ്മളെപ്പോലെ പരിമിതികളുണ്ടായിരുന്നു പത്രോസിന്. ഐ എം സേയിങ് വി ആർ നോട്ട് പെർഫെക്റ്റ്. നമ്മളാരും പെർഫെക്റ്റ് അല്ല. പരിമിതികളുണ്ട് നമുക്കെല്ലാം. ഉണ്ട് പാസ്റ്ററെ, സുരേഷ് പാസ്റ്ററെ, നമുക്കെല്ലാം പരിമിതികളുണ്ട്, നമുക്കെല്ലാം പരിമിതികളുണ്ട്. പത്രോസിന് കോപം ഉണ്ടായിരുന്നു. പത്രോസിന് കോപം ഉണ്ടായിരുന്നു. വാളെടുത്ത് വെട്ടി. നമ്മൾ വെട്ടിയില്ലെന്നുള്ളതേ ഉള്ളൂ, കോപമുണ്ട്, പരിമിതികളുണ്ട്. പത്രോസ് ചോദിച്ചു, ഞങ്ങൾ വള്ളമല്ല വെട്ട്, നിന്നെ ഇറങ്ങിയാൽ എന്തോ കിട്ടുമെന്ന് ചോദിച്ചു. നമ്മൾ അങ്ങനെ ചോദിച്ചില്ലെന്നുള്ളതേ ഉള്ളൂ, എങ്കിലും നമ്മൾ ഭംഗിയായിട്ട് ദശാംശ സഭയെ പ്രസംഗിച്ചു. എന്തോ കിട്ടുമെന്ന് ചോദിച്ചില്ലെന്നുള്ളതേ ഉള്ളൂ, കിട്ടുന്ന പോലെ നമ്മൾ ഞായറാഴ്ച പ്രസംഗിച്ചു. കൈയൊന്നും പോകേണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. എന്തോ കിട്ടുമെന്നൊന്നും നമ്മൾ ചോദിച്ചില്ല, പക്ഷെ കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടെ. ഞാൻ പറഞ്ഞാൽ അതൊന്നും തെറ്റല്ല. നമുക്കെല്ലാം പരിമിതികളുണ്ട്. ഇല്ലേ ശ്രീഭാഷനെ? ഉണ്ട്, എനിക്കുണ്ട്, കെ ബ്രാഹ്മണുണ്ട്, എല്ലാവർക്കും ഉണ്ട്, പരിമിതികളുണ്ട്. പക്ഷെ യേശുവിന് അതറിയായിരുന്നു. യേശു പറഞ്ഞു, 3.5 കൊല്ലം നീ എൻ്റെ ബൈബിൾ കോളേജിൽ പഠിച്ച, നീ എൻ്റെ ബൈബിൾ കോളേജിൽ പഠിച്ചതാണ്, നിൻ്റെ നോട്ടുമുണ്ട്. ഞാൻ 39 അത്ഭുതം ചെയ്തപ്പോഴും വീണവരെ നിന്നവരെ എല്ലാം നീ താങ്ങിയതാ, എൻ്റെ കൂടെ നിന്ന് കണ്ടതാ. പച്ചവെള്ളം വീഞ്ഞാങ്ങുന്ന നീ കണ്ട്, മരിച്ചവർ ഉയർക്കുന്ന നീ കണ്ട്. 3.5 കൊല്ലം സർട്ടിഫിക്കറ്റും കിട്ടി. പക്ഷെ കർത്താവ് പറഞ്ഞു, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കാതെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങരുത്. നിനക്ക് നോട്ടുണ്ട് നിന്റെ കയ്യിൽ, നീ പഠിച്ചതാ, നീ ബൈബിൾ കോളേജിൽ പോയതാ, സർട്ടിഫിക്കറ്റും കിട്ടിയതാ. പക്ഷെ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കാതെ നീ ശുശ്രൂഷയ്ക്ക് ഇറങ്ങരുത്. അതെന്താ? ഈ ഉയരത്തിലെ ശക്തി നിന്റെ യൂണിഫോമാ. അതിട്ടുകൊണ്ട് നീ ഇറങ്ങുമ്പോൾ ഒരു അന്ധകാര ശക്തിക്ക് നിന്റെ പരിസരത്ത് വരാൻ പറ്റില്ല. ഇന്ന് രാത്രി ഈ യൂണിഫോം, ഈ അഭിഷേകത്തിന്റെ യൂണിഫോം ഇട്ടോണ്ട് പുറത്തിറങ്ങാൻ പോവാ. കൃപയുള്ളവർ ദൈവത്തെ സൂചിച്ചു തുടങ്ങിയാട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ഈ തീ നിന്റെ മേൽ കത്തിയാൽ, ഈ അഭിഷേകം നിന്റെ മേൽ കത്തിയാൽ, ഒരു ഒറ്റ ദൂതുള്ളത് പറഞ്ഞോട്ടെ. പത്രോസിന് ഈ പരിമിതികളെല്ലാം ഉണ്ടായിരുന്നു. ഈ പരിമിതികളെല്ലാം പത്രോസിന്
ഞാനൊരു 100% പെർഫെക്റ്റ് ദൂതാ പറയുന്നത്. നമ്മളെപ്പോലെയുള്ള കോപം, ഈർഷ്യ, ആമേൻ, പക, ദേഷ്യം, ആമേൻ. ഇതിപ്പോൾ പത്രോസിന്റെ മാനസാന്തരം നോക്കത്തെ. പണ്ടവൻ പാസ്റ്ററെ തല്ലുമായിരുന്നു. ഇപ്പൊ പുള്ളി പാസ്റ്ററെ തല്ലത്തില്ല. ഞങ്ങളുടെ പാസ്റ്ററെ ആരെങ്കിലും തല്ലിയാൽ അവൻ്റെ കാത് ഞാൻ വിട്ടു. അതല്ലേ സത്യത്തിൽ പത്രോസ്? മാനസാന്തരം കറക്റ്റാണോ? അല്ല. ആർക്കെങ്കിലും പിടി കിട്ടിയോ? ഞാൻ പാസ്റ്റർമാരുടെ കാത് വെട്ടുകയല്ല, മാനസാന്തരപ്പെട്ടു. പക്ഷെ ഞങ്ങളുടെ പാസ്റ്ററെ തൊട്ടാൽ അവൻ്റെ ചെവി ഞാൻ വിട്ടു. അതല്ലേ പത്രോസ് ചെയ്തേ? ഇതെല്ലാം, ഈ പരിമിതികളെല്ലാം ആർക്കുണ്ട്? പറ, നമുക്കുണ്ട്. പക്ഷേ പെന്തക്കോസ്ത് നാളിൽ ആ തീ ഇറങ്ങിയപ്പോൾ, ഓ എൻ്റെ കൂടെ വാ, ആ തീ ഇറങ്ങിയപ്പോൾ ഈ പരിമിതികൾ മുഴുവൻ യേശു കത്തിച്ചു കളഞ്ഞു. ഓ, കൃപയുള്ളവർ, കൃപയുള്ളവർ, കൃപയുള്ളവർ എൻ്റെ കൂടെ നിൽക്കുന്ന രാത്രി ഈ പരിമിതികൾ മുഴുവൻ, ഈ പരിമിതി മുഴുവൻ കത്തിച്ചു കളഞ്ഞിട്ട് അവൻ ഒരു സ്ത്രീയുടെ മുമ്പിൽ ഭയപ്പെട്ട് യേശുവിനെ തള്ളി പറഞ്ഞവൻ 10,000 കണക്കിന് യഹൂദന്മാരുടെ മുമ്പിൽ അഭിഷേകം കഴിഞ്ഞ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. അവന്റെ ഭയം പോയി, അവന്റെ പരിമിതി പോയി, അവന്റെ കോപം പോയി, അവന്റെ പക പോയി. പിന്നത്തെ അവൻ ഭൂലോകത്ത് കീഴ്മേൽ മറിക്കുന്നവനായി. ഓ മക്കളെ, നമുക്കെല്ലാം പരിമിതിയുണ്ട്. അതാണ് അങ്കിൾ പ്രസംഗിച്ച് ചോദിക്കുന്നത്. നമുക്കെല്ലാം എന്തുണ്ട്? പരിമിതികളുണ്ട്. നമ്മളെല്ലാം മനുഷ്യരാണ്. പക്ഷെ ഈ തീ നിങ്ങളുടെ മേൽ വീണാൽ, ഈ അഭിഷേകം നിങ്ങളുടെ മേൽ ഇറങ്ങിയാൽ സകല പരിമിതികളെ കത്തിച്ച്, ഒരുപാട് പേരെ ദൈവം തൊടുന്നുണ്ട് ഇന്ന് രാത്രി. അനേകരെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് കാണാം. ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് പേരെ ദൈവം തൊടുന്നത് എനിക്ക് കാണാം. അനേകരുടെ മേലെ തീ ദൈവം കോരിയിടുന്നത് എനിക്ക് കാണാം. നിന്റെ പരിമിതികൾ മാറാൻ പോകുക, നിന്റെ പക മാറാൻ പോകുക, നിന്റെ അകത്ത് വ്യത്യാസം വരാൻ പോകുക. നിന്റെ അകത്ത് തീ വാരുമ്പോൾ ഈ തീ നിന്റെ അകത്ത് കത്തിക്കേണ്ടതിനെ മുഴുവൻ കത്തിച്ചു കളഞ്ഞ ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് തൊടട്ടെ, ദൈവത്തിന്റെ ആത്മാവ് തൊടട്ടെ ഇന്ന് രാത്രി. അങ്ങ് പുറകറ്റം വരെ. പ്രസംഗം തീർന്നില്ല. നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കാൻ പോകുക. ഇത് നിങ്ങൾക്ക് പോകാനുള്ളതല്ല. പോകാനാണ് പ്ലാനെങ്കിൽ ഇരുന്നോ, എഴുന്നേൽക്കണ്ട. അമ്മേ, നമ്മുടെ പേരാണ് നാർദു പിസ്തിക്കോസ്. പറഞ്ഞേ, നാർദു പിസ്തിക്കോസ്. കലർപ്പില്ല, ആവശ്യമില്ലാത്തൊന്നും ചേർത്തിട്ടില്ല, മാലിന്യമില്ല, പറഞ്ഞത് ചെയ്യും. ആമേൻ. അതുകൊണ്ട് പോകത്തില്ല എന്നുറപ്പുള്ളവർ തൽക്കാലം എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റാ ഞാൻ പോകും എന്നുള്ളവർ ഇരിക്കാം. എഴുന്നേറ്റാ ഞാൻ പോകും എന്നുള്ളവർക്ക് ഇരിക്കാം. അല്ലാത്തവർക്കെല്ലാം എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ അഭിഷേകത്തിൽ പറഞ്ഞു, യേശുവിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ എന്തറിയത്തില്ല നമ്മൾ. പറ, സത്യത്തിൽ ആത്മാർത്ഥമായിട്ട് പറ, ഈ മീറ്റിംഗ് നിർത്താൻ നമുക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ മീറ്റിംഗ് നിർത്തും. ദ ഹോളി സ്പിരിറ്റ് ഈസ് ഡൂയിങ് എവറിത്തിങ് ഡീസന്റ് ആൻഡ് ഓർഡർ. പരിശുദ്ധാത്മാവെല്ലാം ചന്തമായി ഉചിതമായി ചെയ്യും. ആമേൻ. ക്രമീകരണങ്ങളുണ്ട്, നിർത്തും. പക്ഷേ നാർദു പിസ്തിക്കോസ്, കലർപ്പില്ലാത്ത, മാലിന്യമില്ലാത്ത, ചേർപ്പുകളില്ലാത്ത, ഹൃദയത്തിനകം പൊട്ടി കർത്താവിന് വേണ്ടി നിൽക്കുന്നവർ പറ, ഞങ്ങൾക്ക് പിരിഞ്ഞു പോകാൻ വയ്യ, ഞങ്ങൾക്ക് പിരിഞ്ഞു പോകാൻ വയ്യ. അതാണ് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം. ഒരു വാക്കത്ത് പ്രാർത്ഥനയോടെ എല്ലാ കണ്ണുകളും അടയ്ക്കാം. നിങ്ങൾ വിശ്വസിക്കുക, റൈറ്റ്, ദ ഹോളി സ്പിരിറ്റ് ഈസ് മൂവിങ് ഹിയർ. ഇവിടെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ തൊട്ടാൽ സൗഖ്യമാണ്. ഞാൻ ഉറപ്പ് പറയുന്നു, കാൽവരി ക്രൂശിൽ സാത്താന്റെ തലയെ തകർത്ത യേശുക്രിസ്തു തന്ന അധികാരത്തിൽ പറയുന്നു, ലക്ഷക്കണക്കിന് രൂപയുടെ ആശുപത്രി ബില്ലുകൾ ഇവിടെ കത്തിച്ച് കളയാൻ പോവാ. കൈവച്ചോ, കൈവച്ചോ. എല്ലാം മുഴകൾ അപ്രത്യക്ഷമാകുന്നു, ക്യാൻസറുകളുടെ ലക്ഷണങ്ങൾ മാറുന്നു,
കർത്താവ് അത്ഭുതകരങ്ങൾ, കിഡ്നി സ്റ്റോൺസ്, കിഡ്നിയുടെ പ്രശ്നങ്ങൾ, ദൈവാത്മാ തൊടട്ടെ. അസ്ഥി രോഗങ്ങൾ, അസ്ഥിയുടെ തേയ്മാനങ്ങൾ, നട്ടലിന്റെ വേദനകൾ മാറുന്നു, സൗഖ്യമാകുന്നു. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് പിരിഞ്ഞു പോകാൻ പറ്റാത്ത ഒരു അഭിഷേകത്തിന്റെ തീ ഞങ്ങളുടെ മേൽ ദൈവം കോരിയിട്ടതിനാൽ സ്തോത്രം. ഈ ബലത്തോടെ പോകാം എന്ന തിരുവചനം ഞങ്ങൾ അങ്ങനെ തന്നെ ഏറ്റെടുക്കുന്നു. പരാക്രമശാലി എന്ന് ഗദയോനെ വിളിച്ച വാക്ക് ഞങ്ങൾ അങ്ങനെ തന്നെ ഏറ്റെടുക്കുന്നപ്പാ. നിന്റെ മക്കളെ തൊട്ടയച്ചിരിക്കാൻ സ്തോത്രം. വന്നതുപോലെ അല്ല നിന്റെ മക്കൾ തിരിച്ചു പോകുന്നത്. അവരുടെ മേലൊരു അധികാരമുണ്ട്, അവരുടെ മേലൊരു കൃപയുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവദാസന്മാർ, നിങ്ങൾ പ്രാർത്ഥിച്ചു, നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവ് അത്ഭുതം ചെയ്യും. നിങ്ങൾ തുടങ്ങിയോ, കാരണം നിങ്ങളുടെ മേൽ ദൈവം അത് തന്നിട്ടുണ്ട്, അധികാരം തന്നിട്ടുണ്ട്. അഭിഷേകന്മാരെ, ഇവിടുന്ന് പോകുന്നത് അധികാരത്തോടെ വേണം. നിങ്ങളുടെ നാവിൽ അധികാരമുണ്ട്. നിങ്ങൾ പറയും, ദൈവം പ്രവർത്തിക്കും. കർത്താവ് ഞങ്ങളെ തൊട്ടതിനാൽ സ്തോത്രം. ഞങ്ങൾ അങ്ങനെ തന്നെ റിസീവ് ചെയ്യുന്നു കർത്താവേ. മുഹൂർത്തമെല്ലാം കർത്താവിന് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പിതാവേ.